السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله نحمده ونستعينه نؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. بسم الله الرحمن الرحيم. إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. صدق الله مولانا العظيم وصدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين. أنا سيد ولد آدم يوم القيامة شفيعنا وحبيبنا محمد رسول الله صلى الله عليه وسلم. يا سيدي يا رسول الله خذ بيدي ما لي سواك ولا ألبي على أحدي. اللهم صل وسلم وبارك على سيدنا محمد وعلى آل وأصحاب وأتباع سيدنا ومولانا وشفيعنا محمد. ആദരണീയരായ ഉസ്താദുമാർ, പണ്ഡിതന്മാർ, നേതാക്കൾ, പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മഹത്തായ ഖളാ അനുസരിച്ച് അള്ളാഹുവിൻ്റെ അനുഗ്രഹം കൊണ്ട് അള്ളാഹുവിൻ്റെ ദീനിനു വേണ്ടി ഒരുമിച്ച് കൂടിയ നമ്മുടെ ഈ മജ്ലിസ് അള്ളാഹു ഖബൂൽ ചെയ്യുമാറാകട്ടെ. ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പൊരുത്തവും അവിടുത്തെ തൃപ്തിയും കിട്ടിയ ഇഷ്ടപ്പെട്ട അവിടുത്തെ മുഹിബ്ബീങ്ങളിൽ അള്ളാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. പ്രിയമുള്ള സഹോദരങ്ങളെ, സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ, മഹാന്മാരായ പണ്ഡിതന്മാർ ഇവിടെ നമുക്ക് വേണ്ടി സ്ഥാപിക്കുകയും മഹാനായ വരക്കൽ മുല്ലക്കോയ തങ്ങൾ, അതുപോലെ വലിയ വലിയ മഹാരഥന്മാർ ജീവിച്ച് നേതൃത്വം നൽകുകയും ചെയ്ത മഹിതമായ ഈ പ്രസ്ഥാനം, ആ പ്രസ്ഥാനത്തിൻ്റെ അനുയായികളായി ഒരുമിച്ച് കൂടാൻ അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകി. അള്ളാഹു ആ മഹാന്മാരുടെ എല്ലാം കൂടെ അവൻ്റെ സ്വർഗലോകത്തും നമ്മളെ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇപ്പോൾ ഇവിടെ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ പാതയിലേക്ക് കടന്നു വരുമ്പോൾ എന്താണ് സമസ്തയെ പഠിക്കാനും അറിയാനും ഉണ്ടായ സാഹചര്യങ്ങൾ, എന്തിനു വേണ്ടി ഇങ്ങനെയുള്ള ഏതാനും ചില വിഷയങ്ങൾ നിങ്ങളുടെ മുന്നിൽ സമർപ്പിക്കുന്നു. കൂടുതലായി പറയുന്നില്ല, പറയേണ്ടതുമില്ല. മഹാനായ ശംസുൽ ഉലമ EK അബൂബക്കർ മുസ്ലിയാർ, അള്ളാഹു അവിടുത്തെ കൂടെ സ്വർഗത്തിൽ നമ്മൾ ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ, വന്യരായ കണ്ണിയത്ത് ഉസ്താദ് നവ്വറല്ലാഹു മർഖദ തുടങ്ങി ധാരാളം മഹാരഥന്മാരെ നമുക്ക് സ്മരിക്കാനും നമ്മുടെ മുന്നിൽ നടന്നവരുമാണ്. അതുകൊണ്ട് അവരെല്ലാം പൊരുത്തം ആഗ്രഹിച്ചുകൊണ്ട് തന്നെ ചില കാര്യങ്ങളാണ് ഇവിടെ ഓർമ്മപ്പെടുത്തുന്നത്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം പലപ്പോഴും കേരളത്തിൽ പുത്തൻവാദികൾക്കെതിരെയുള്ള സമരത്തിൽ കേരളത്തിലും പുറത്തുമൊക്കെ
സജീവമായി ഇടപെടാൻ കഴിഞ്ഞിട്ടുണ്ട്. അല്ലാഹു തആല ഖബൂൽ ചെയ്യുമാറാവട്ടെ. നേരത്തെ തന്നെ സുന്നത്ത് ജമാഅത്തിനോട് താല്പര്യവും ആഗ്രഹവുമുള്ള എല്ലാവരും നല്ല രൂപത്തിൽ ബന്ധപ്പെടുകയും കാര്യങ്ങൾ അന്വേഷിക്കുകയും ഒക്കെ ചെയ്യാറുണ്ട്. എന്നെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ജീവിതത്തിൻ്റെ ചുറ്റുപാടിൽ വളർന്നു വന്നത് തന്നെ നമുക്കറിയാം. ചെറുപ്പത്തിൽ 4ാം ക്ലാസ് മുതൽ സുന്നി വിദ്യാഭ്യാസ ബോർഡിൻ്റെ മദ്രസയിൽ പഠിച്ചുകൊണ്ടാണ് ഞാൻ വളരുന്നത് തന്നെ. ഞാനത് ഇപ്പോൾ പറയാനുള്ള കാരണം, ചിലപ്പോൾ ഇനി നമ്മൾ സമസ്തയിൽ വന്നു എന്ന് പറയുമ്പോൾ നേരത്തെ ഞങ്ങൾക്ക് പരിചയമില്ലാത്ത ആളാണ് എന്നാരും പറയണ്ടെന്ന് കരുതിയിട്ടാണ് അങ്ങനെ ഒരു ആമുഖം ഞാൻ പറയുന്നത്. സ്വാഭാവികമായും സംഘടനയിൽ ബന്ധമില്ലെന്നും ഒരു സുപ്രഭാതത്തിൽ, അങ്ങനെയാണ്, ഒരു പ്രഭാതത്തിൽ നമ്മൾ സ്റ്റേജുകളിലെത്തി അങ്ങനെ അങ്ങ് സജീവമായി എന്നാണ് പൊതുവെ ഇപ്പോൾ പലരും പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. യഥാർത്ഥത്തിൽ അങ്ങനെയല്ല. ഞാൻ അപ്പുറത്തെ SBS സെക്രട്ടറി തൊട്ട് അവിടെ നിന്നങ്ങോട്ട് യൂണിറ്റ് തലത്തിലും ഹിയാവുസുന്നയിൽ പഠിക്കുന്ന കാലത്ത് അന്ന് ഒതുക്കുങ്ങൽ പഞ്ചായത്തിൽ 2 തവണ SSF പ്രസിഡന്റായി, പിന്നെ ഡിവിഷൻ കമ്മിറ്റിയിൽ വന്നു. അതുപോലെ പിന്നെ SYS കഴിഞ്ഞ സംഘടനാ തെരഞ്ഞെടുപ്പ് വരുന്നത് വരെ പഞ്ചായത്തിൻ്റെ പ്രസിഡന്റും ജില്ലാ കൗൺസിലറും, ഇപ്പോഴും നേരത്തെ നമ്മുടെ ഈ പ്രശ്നങ്ങളൊക്കെ നടക്കുമ്പോഴും ഞാൻ കോട്ടക്കൽ സോൺ എക്സിക്യൂട്ടീവ് മെമ്പറുമാണ്. ജില്ലാ കൗൺസിലറായും. അതുപോലെ ദഅവ സെൽ എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. അത് യോഗം കൂടുതലുണ്ടോ ഇല്ല എന്നുള്ളത് വേറൊരു കാര്യം. എന്നാലും അതിൻ്റെ സ്റ്റേറ്റ് തലത്തിൽ തന്നെ നമ്മൾ അതിൻ്റെ കാര്യങ്ങൾ നിർവഹിക്കുകയും അംഗീകരിച്ചു കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. ഞാനത് പറയാൻ കാരണം, AP വിഭാഗം സംഘടനയുടെ ഏകദേശം എല്ലാ നേതൃത്വവുമായി അടുത്ത ബന്ധം പുലർത്തുകയും നിങ്ങൾക്ക് തന്നെ അറിയാമല്ലോ. പക്ഷെ ഒരു കാര്യം ഞാൻ ഇവിടെ സൂചിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത്, ആദ്യകാലത്ത് ഒരു കാരണവശാലും ഒരു ഗ്രൂപ്പ് വിഷയത്തിൽ നമ്മൾ ഇടപെട്ടിരുന്നില്ല എന്ന് നിങ്ങൾക്കൊക്കെ അറിയുന്ന ഒരു വിഷയമാണ്. നമ്മൾ എവിടെ നിന്ന് പ്രസംഗത്തിന് വിളിച്ചാലും സുന്നത്ത് ജമാഅത്താണോ എങ്കിൽ പറയാം എന്ന് മാത്രമായിരുന്നു. ഇപ്പം ഈ അടുത്ത് ഈ വിവാദം വന്ന അക്കാലം തൊട്ടാണ് യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു പ്രഭാഷണ മേഖലയിലേക്ക് കടന്നതുകൊണ്ടാവണം കൂടുതൽ അനുഭവിച്ചപ്പോൾ അതിൻ്റെ യാഥാർത്ഥ്യം മനസ്സിലാക്കി ഇവിടെ എത്താനായത് എന്നുകൂടി ഞാൻ കൂട്ടത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. കടന്നില്ലെങ്കിൽ ഇപ്പോഴോ പിടുത്തം കിട്ടണമെന്നില്ല. നമ്മൾ ഇതിലേക്ക്, നമ്മുടെ മേഖല വളരെ വ്യക്തമാണ്. പല രൂപത്തിലും, സംഘടനാ ലെവലിൽ മാത്രമൊന്നുമല്ല, പലപ്പോഴും പല മഹല്ലുകളിലും സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ കീഴിലുള്ള മഹല്ലുകളിൽ നേരത്തെ വന്നിരായ ടി മുഹമ്മദ് ബഷീർ സാഹിബിന്റെ മഹല്ലിൽ 4 കൊല്ലം നേരത്തെ ജോലി ചെയ്തിട്ടുണ്ട്. ഞാൻ പറയുന്നത് സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തന മേഖലയിൽ വളരെ ശക്തമായി നമ്മൾ ഇടപെട്ടിട്ടുണ്ട്. അത് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ്. അത് ആദ്യം തന്നെ ഇവിടെ ഓർമ്മപ്പെടുത്തുകയാണ്. ചുരുക്കത്തിൽ കൂടുതൽ നീട്ടി പറയുന്നില്ല. ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന പോയിന്റ്, ഇപ്പോൾ പിന്നെ എന്തുകൊണ്ട് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ വഴി മാത്രം എന്ന രൂപത്തിലേക്ക് വന്നു എന്ന് ചിലപ്പോൾ പലരും അന്വേഷിക്കാനും പറയാനും സാധ്യതയുള്ളത് കൊണ്ട് ചില കാര്യങ്ങൾ ഇവിടെ ഓർമ്മപ്പെടുത്തുകയാണ്. ഒരുപാട് കാരണങ്ങൾ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അതിന് പറയാനുണ്ട്. ഇൻഷാ അല്ലാഹ് അവസരങ്ങൾക്കനുസൃതമായി നമുക്കത് വിശദീകരിക്കാം. ഇപ്പോൾ ഒരു 5 കാരണം അല്ലെങ്കിൽ ഒരു 6 കാരണം അത്ര മാത്രമേ ഇവിടെ വിശദീകരിക്കുന്നുള്ളൂ. കൂടുതൽ പറയേണ്ട കാര്യമില്ല. ഒന്നാമതായി, ഞാനൊക്കെ SBS പ്രവർത്തിക്കുന്ന കാലം തൊട്ട് അല്ലെങ്കിൽ SSF സജീവമായി നിന്ന കാലം തൊട്ട് കേൾക്കുന്ന ഒരു സംഗതി ഉണ്ടായിരുന്നു. അതെന്താണ്? അന്ന് തന്നെ ഞാൻ പരിചയപ്പെടുത്തി തരുന്ന കോലം, മുബ്തദിഈങ്ങളോട്, പുത്തൻവാദികളോട് ബന്ധം ഒഴിവാക്കി ജീവിക്കണമെങ്കിൽ AP വിഭാഗം സമസ്തയിൽ തന്നെ നിൽക്കണമെന്നും സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ അനുയായികളായി നിന്നാൽ സകല വഹാബികളോടും ജമാഅത്തെ ഇസ്ലാമിക്കാരോടും എല്ലാവരോടും ബന്ധം പുലർത്തേണ്ട ഒരു സാഹചര്യമാണ് ഉള്ളത് എന്നുമാണ് ഇപ്പോഴും താഴേക്കിടയിലുള്ള ആളുകളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. യഥാർത്ഥത്തിൽ അതിനെ സംബന്ധിച്ച് നമ്മൾ കൂടുതൽ അറിയുകയും പഠിക്കുകയും ചെയ്തപ്പോൾ ഇപ്പോൾ നമ്മൾ അത്ഭുതപ്പെടുകയാണ്. അവിടെ ഞാൻ ഒന്നുകൂടി പറയുന്നു, സാധാരണ ഇവർ പറയുന്ന ഒരു മേറ്റർ കൂടിയുണ്ട്. മഹാനായ ശംസുൽ ഉലമ
നവറല്ലാഹു മർഖദ വനഫഅനാ ബി. അവര് ഏതോ ഒരു യോഗത്തിൽ കോഴിക്കോട്ട് വന്നിരുന്നു, അങ്ങനെ മുബ്തദീങ്ങൾക്ക് അനുസൃതമായിരുന്നു എന്നെല്ലാം പറഞ്ഞ് നമ്മുടെ ഈ സമൂഹത്തിന്റെ ഇടയിൽ തെറ്റിദ്ധാരണകളും പ്രശ്നങ്ങളും ഉണ്ടാക്കി. ഏറ്റവും ഒടുവിൽ, ഞാൻ കൂടുതലൊന്നും ഇതിനെ സംബന്ധിച്ച് പറയുന്നില്ല, വഹാബികളോട് പരസ്യമായി സലാം പറയുകയും അതേപോലെ ആ രൂപത്തിൽ പ്രവർത്തിക്കുകയും ചെയ്യുന്ന പലരും നമ്മളെ അനുഭവത്തിൽ തന്നെ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ അതിലേക്ക് കടന്നു ചെല്ലുകയല്ല. പക്ഷേ ഈ അടുത്ത് നമ്മുടെ ജിഷാനുമായി ബന്ധപ്പെട്ട വിവാദത്തിൽ, ജിഷാൻ എല്ലാവർക്കും അറിയാലോ, പറഞ്ഞു തരേണ്ട കാര്യമില്ല. ഏറ്റവും കൂടുതൽ ഒരു പക്ഷേ SKSF-ന്റെ പ്രവർത്തകരായിരിക്കാം അയാളെ കൂടുതൽ ഇപ്പോൾ കേട്ടിട്ടുണ്ടാവുക. ലോകം മുഴുവനും കേട്ട ഒരാളാണ്. അതുകൊണ്ട് തന്നെ ജിഷാനുമായി ബന്ധപ്പെട്ട് ധാരാളം സംഭവങ്ങൾ ഉണ്ടായ കൂട്ടത്തിൽ ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവം ഞാൻ ഇവിടെ ഓർമ്മപ്പെടുത്തുന്നത്, അപ്പുറത്തെ SYS-ന്റെ ജനറൽ സെക്രട്ടറിയായി ഇപ്പൊ കാര്യമായി ഈ വിവാദ വിഷയങ്ങളിൽ ഇടപെട്ടുകൊണ്ടിരിക്കുന്ന പേരോട് അബ്ദുറഹ്മാൻ സഖാഫി, അദ്ദേഹവുമായി വളരെ അടുത്ത ബന്ധം പുലർത്തിയിരുന്ന ഒരാളാണ് ഈ ജിഷാൻ മാഹി എന്ന് പറയുന്നത്. ഇൻഷാ അല്ലാഹ് അതിന്റെ തെളിവുകൾ ഞാൻ ഇവിടെ പറയും. ഞാനിത് പറയാൻ കാരണം, ഇപ്പൊ അയാൾ മുനാഫിക്കാണെന്നും അയാളെ സംബന്ധിച്ച് വളരെ രൂക്ഷമായ ഭാഷയിൽ വിമർശിക്കുമ്പോൾ ജിഷാനെ വളർത്തിയതും ക്ലിപ്പുണ്ടാക്കാൻ പഠിപ്പിച്ചതും ഇതെല്ലാം യഥാർത്ഥത്തിൽ പേരോട് അബ്ദുറഹ്മാൻ സഖാഫി തന്നെ ആയിരുന്നു എന്നത് വളരെ കൃത്യമാണ്. അതുകൊണ്ടാണ് ഒരു കാലത്ത് അദ്ദേഹം വിവാഹിതനാവണമെങ്കിൽ, എനിക്ക് വിവാഹം കഴിക്കണമെങ്കിൽ അദ്ദേഹം പറഞ്ഞ വാക്കുകളാണ് ഞാൻ ഉദ്ധരിക്കുന്നത്. പേരോട് ഉസ്താദ് തന്നെ നിക്കാഹ് ചെയ്തു തരണമെന്ന് നിർബന്ധം പിടിച്ച് അങ്ങനെയാണ് യഥാർത്ഥത്തിൽ നിക്കാഹിന് വരെ പോയി. കല്യാണം കഴിഞ്ഞ് 3-ാമത്തെ ദിവസം വിളിച്ചു കൊണ്ടുപോയി 5 മണിക്കൂർ നേരത്തേക്ക്, അതിപ്പോൾ പറഞ്ഞത് ഞാൻ ഉപദേശിക്കാൻ വേണ്ടി വിളിച്ചു കൂട്ടിയതാണ് എന്നായിരുന്നു. സത്യത്തിൽ അതൊരു ഉപദേശമായിരുന്നില്ല. പിന്നെ സംഘടനയുടെ ആഭ്യന്തര കാര്യങ്ങളും അതേപോലെ തന്നെ ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹത്തിന് സ്വകാര്യമായി പറഞ്ഞു കൊടുത്തുകൊണ്ടുള്ള ഒരു ഇടപെടലായിരുന്നു യഥാർത്ഥത്തിൽ ആ 5 മണിക്കൂറിൽ നടത്തിയത്. ജിഷാൻ ആയതുകൊണ്ട് എന്തായാലും അത് റെക്കോർഡ് ചെയ്തിട്ടുണ്ടാവും, നിങ്ങൾക്കറിയാലോ. അത് അയാൾക്ക് വേറെ ആൾ നിർദ്ദേശിച്ചു കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല. അതുകൊണ്ട് തന്നെ 4.5 മണിക്കൂർ വളരെ കൃത്യമായി ആ സംഭാഷണം റെക്കോർഡ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇന്ന് വരെ അത് പുറത്തു വന്നിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം അത് ഞങ്ങൾ രണ്ടുപേരുടെ കയ്യിലേ ഉള്ളൂ ആ സാധനം. ഇൻഷാ അല്ലാഹ് അത് എന്താണ് എന്ന് കേരളം കാണാൻ പോവുകയാണ്. ഞാൻ പറയുന്നത് എന്താണ് ഈ വിഷയത്തിന്റെ ഉള്ളിലുള്ള സംഭവങ്ങളെന്ന് വളരെ കൃത്യമായി പഠിക്കാൻ അത്തരം സംഭാഷണങ്ങൾ നമുക്ക് ഉപകരിച്ചിട്ടുണ്ട് എന്നാണ് ഈ സമയത്ത് ഞാൻ പറയുന്നത്. അവിടെ വളരെ പ്രസക്തമായ ഒരു ചോദ്യം ജിഷാൻ പേരോട് അബ്ദുറഹ്മാൻ സഖാഫിയോട് ചോദിക്കുന്നുണ്ട്. എന്താണ് ആ ചോദ്യം? അദ്ദേഹം ചോദിക്കുന്നത്, കഴിഞ്ഞ ഒരു പ്രോഗ്രാമിൽ അതിൽ പറയുന്നുണ്ട്, ആ ക്ലിപ്പിൽ നിങ്ങൾക്കത് കേൾക്കാം. നിയമം പറയാം, ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ ഓലെ വിളിച്ചിട്ട് നോമ്പ് ഉറപ്പിക്കല് തെറ്റി, അതുപോലെ ബഹുമാനിക്കണം. ഓല് വിചാരിച്ച് നിങ്ങൾ നോമ്പ് ഉറപ്പിച്ചിട്ട് നമ്മളെ ക്ഷണിച്ചാൽ പോലെ തെറ്റി, അതുപോലെ അംഗീകരിക്കണം. ജിഷാന്റെ പുറത്ത്, ജിഷാന് എന്നെ ഞാനിട്ട് വല്ലല്ലോ, ജിഷാന് പല മേഖലയുണ്ട്. ജിഷാന്റെ ബിസിനസ്സാണ്, അങ്ങനെ കൂട്ടിക്കോ, അല്ലെ ജിഷാന്റെ രാഷ്ട്രീയക്കാരനാണ്. അപ്പൊ നിങ്ങൾക്ക് ഞാനൊരു ബന്ധമുണ്ട്, വഹാബിയുടെ ബന്ധമുണ്ട്, ഞാൻ ബന്ധമുണ്ട്, തെളിയായിട്ട് ബലവും ബന്ധമുണ്ട്. നിങ്ങൾ എന്താണ്, നിങ്ങൾ രാഷ്ട്രീയക്കാരാണ്, അല്ലെ നിങ്ങളൊരു ബിസിനസ്സുകാരനാണ്. അപ്പൊ അങ്ങനത്തെ നിങ്ങൾ കുറെ ആളെ കൊണ്ടുവരാൻ പറ്റും. അതിന് മുസ്ലിമുണ്ട്, കാക്കറുണ്ട്, പിന്നുണ്ട്, നിങ്ങൾക്ക് അത്രയുള്ളൂ. നിങ്ങൾ നമ്മളെ സംസ്ഥാന ആളുകൾ, നിങ്ങളൊരു ജനറല്ല. നിങ്ങളുടെ മുമ്പ് ഇറക്കി ഞാൻ പങ്കെടുക്കുമ്പോൾ അങ്ങനത്തെ ഒരു മുജാഹിദുണ്ട്. ഉദാഹരണം പറയാം, ഞാനിപ്പോൾ ഇന്നലെ ഒരു കല്യാണത്തിൽ വേറെ മുജാഹിദിനെ കണ്ടില്ല, ഇനി ഒരു മെച്ചത്തിൽ വേറെ മുജാഹിദിനെ കണ്ടില്ല, അവിടെ ഞാനവിടെ കയറാണ്ട് കിടന്നോ, ഞാൻ കൊണ്ടുകിടന്നോ, അങ്ങനെ സാധ്യതയില്ല. അദ്ദേഹം ചോദിക്കുന്നത്, വഹാബികളുടെ കൂടെ ജമാഅത്തെ ഇസ്ലാമിക്കാരുടെ കൂടെയൊക്കെ നമ്മുടെ പ്രഗത്ഭരായ നേതാക്കൾ പങ്കെടുത്തല്ലോ ഉസ്താദെ, ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് എന്ത് പറയാനുണ്ട് എന്ന് ചോദിച്ചപ്പോൾ അയാൾ രഹസ്യമായി ജിഷാനോട് പറയുന്ന മറുപടി പുതിയൊരു മസലയാണ്. എന്താന്ന് ചോദിച്ചാൽ അയാൾ പറയുന്നത്, നമ്മളെ ഒരു വഹാബി വിളിച്ചാൽ നമ്മൾ പോകാൻ പാടില്ല, നമ്മളൊരു വഹാബിയെ വിളിക്കാനും പാടില്ല. വേറൊരാള് നമ്മളെയും വിളിച്ചു വഹാബിയെയും വിളിച്ചു എന്നാ പോകുന്നതിനൊരു കുഴപ്പമില്ല എന്നാണ് അയാൾ ഇപ്പൊ കണ്ടെത്തിയ ഒരു സംഗതിയാണ്. പണ്ട് കാലത്ത് വളരെ കൃത്യമായി അവതരിപ്പിച്ച് സമൂഹത്തെ ആവേശഭരിതരാക്കിയിരുന്ന ആളുകൾ അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്ന വാക്കുകളാണ്. ആ 4.5 മണിക്കൂറിനെ കുറിച്ച് നമ്മുടെ ഇപ്പോ പൂനൂർ പ്രഭാഷണം നടന്നല്ലോ, തോട്ടമുഖം സഖാഫിയൊക്കെ മറുപടി പറഞ്ഞ ആ പ്രസംഗം പിന്നെ അവിടെ വന്നിട്ടുമില്ല. ആ പ്രസംഗത്തിൽ തന്നെ
വളരെ കൃത്യമായി പറഞ്ഞല്ലോ, ഞാൻ 4.5 മണിക്കൂറല്ല, എത്ര മണിക്കൂർ ഉപദേശിച്ചാലും അള്ളാഹുവിന് ഇഷ്ടപ്പെടാത്ത എന്റെ സംഘടനക്കെതിരായി അല്ലെങ്കിൽ എന്റെ പ്രവർത്തനത്തിനെതിരായി ഒരു വാക്ക് പോലും ഞാൻ പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞാൽ ഞങ്ങൾ മനസ്സിലാക്കണം, ഇഷ്ടം പോലെ പറഞ്ഞിട്ടുണ്ടാവും. അതിന്റെ ആ പറഞ്ഞിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി തന്നെയാണ് അത് പറഞ്ഞത്. ആ പറഞ്ഞ മുഴുവനും ഉണ്ടായിട്ടുണ്ട്, അവരൊന്നും പറഞ്ഞിട്ടുണ്ട്, സംഘടനക്കെതിരായി പറഞ്ഞിട്ടുണ്ട്, അതേപോലെ ആശയത്തിനെതിരായും പറഞ്ഞിട്ടുണ്ട്, എല്ലാം പറഞ്ഞിട്ടുണ്ട്. അക്കൂട്ടത്തിൽ പറഞ്ഞ ഒരു സംഭവമാണ് അത് ആ കൂട്ടത്തിൽ പറഞ്ഞത് മാത്രമല്ല, കഴിഞ്ഞ ഈ മർക്കദിന്റെ ഒരു പരിപാടി ഉണ്ട്, ഖത്മുൽ ബുഖാരിയുടെ പ്രഭാഷണത്തിൽ പേരോട് വളരെ കൃത്യമായി പറഞ്ഞ ഒരു സംഗതിയായിരുന്നു. നമ്മൾ അളക്കുകയായിരുന്നു, മനസ്സിലാക്കുകയായിരുന്നു. നമ്മുടെ ക്ലാസ്സുകളിൽ വളരെ ശക്തമായി നമ്മളെ നിലനിർത്തുന്നതോടുകൂടി തന്നെ അദ്ദേഹം പറഞ്ഞു, മുബത്തദീങ്ങളെ 3 തരംതിരിച്ച് അവസാനം ഒരു വിഭാഗം, അവരോട് നമുക്ക് മയമായി പെരുമാറണം, അല്ലെങ്കിൽ അവരെ നമ്മൾ അത്ര ദൂരത്ത് നിർത്തേണ്ടവരല്ല എന്ന രൂപത്തിൽ തന്നെ പൊതുവായി പറയുകയും പരസ്യമായി രംഗത്ത് വരികയും ചെയ്തപ്പോഴാണ് യഥാർത്ഥത്തിൽ നമ്മൾ ചിന്തിക്കേണ്ടി വന്നത്, എന്തിനായിരുന്നു പിന്നെ ശംസുലമക്കെതിരെ ആരോപണം ഉന്നയിച്ചിരുന്നത്, അല്ലെങ്കിൽ ഇത്തരം വിഷയങ്ങളിൽ നേരത്തെ ഇടപെട്ടിരുന്നത് എന്തിനായിരുന്നു എന്ന് ചോദിക്കേണ്ട ഒരവസ്ഥയിലേക്ക് നമ്മൾ എത്തി എന്നതാണ് വളരെ പ്രധാനമായി നമ്മൾ മനസ്സിലാക്കുന്ന ഒരു കാരണം. അതോടൊപ്പം തന്നെ ഇപ്പോ AP ഭാഗം സമസ്തയുടെ അവസ്ഥ എന്താന്ന് ചോദിച്ചാൽ ഒറ്റ വാക്കിൽ ഞാൻ അതിന് മറുപടി പറയുന്നത്, സംവാദങ്ങളും ഖണ്ഡനങ്ങളൊക്കെ ഒഴിവാക്കിയിട്ട് എല്ലാവർക്കും പ്രശംസിക്കാൻ പറ്റുന്ന ഒരു പൊതു പ്ലാറ്റ്ഫോമിലേക്ക് ഈ സമൂഹത്തെ കൊണ്ടെത്തിക്കുക എന്ന വളരെ ശക്തമായ ഒരു അജണ്ട കൂടി ഇപ്പോൾ അവിടെ നടപ്പാക്കുന്നു എന്നത് വളരെ കൃത്യമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു എന്ന് ഞാൻ ഈ സമയത്ത് വളരെ പ്രധാനമായി നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. അത് പറയാൻ കാരണം, AP ഭാഗം സമസ്തയുടെ മുഖമുദ്രയായി ഇക്കാലം വരെ പഠിപ്പിക്കപ്പെട്ടിരുന്നത് എന്തായിരുന്നു? എല്ലാവർക്കും അറിയാം. സംവാദങ്ങളും ഖണ്ഡനങ്ങളും അതേപോലെ തന്നെ വാദപ്രതിവാദങ്ങളും ഇത് ചെയ്തുകൊണ്ട് ഞങ്ങളാണ് യഥാർത്ഥത്തിൽ സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകർ എന്ന് പഠിപ്പിക്കപ്പെട്ടപ്പോ, പക്ഷേ അതിൽ നിന്നുമുള്ള വലിയൊരു പിന്മാറ്റം നമ്മൾ അനുഭവിച്ചു. അത് ഇതിൽ തന്നെ കാണാം. ഈ 4.5 മണിക്കൂർ മുതലാ നിങ്ങൾ മനസ്സിലാക്കുന്ന പോലെ അല്ലത്, അതൊരു സംഭവമാണ്. അതിൽ തന്നെ പറയുന്നുണ്ട്, ഇമാം ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ബിദായത്തുൽ ഹിദായ വായിച്ചുകൊണ്ട് തർക്കങ്ങളും അതേപോലെ വാദപ്രതിവാദങ്ങളും ശരിയല്ല, ഉപദേശങ്ങൾ മാത്രമാണ് ആവശ്യം എന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് ഒരു തർക്കം ഒഴിവാക്കിയാൽ മുഖത്തിലും വാദം ബാത്തിലായതോടു ഞാൻ തർക്കത്തിനില്ല, അതിന് മിണ്ടാനാണ് ധാനല്ലാഹുൽ ഹുബൈസൻ ഫീ റബ്ബിൽ ജന്ന എന്ന ഊനിക്ക് എന്ത് ചെയ്യും, അത് സ്വർഗത്തിൽ റബ്ബിൽ ഒരു നബിയിൽ ഒരു ഗുരു ഒന്നും തർക്കമില്ല. ഒറ്റ തർക്കം ഒഴിവാക്കി മിണ്ടാണ്ടത് ഓഹോ മുഹക്കും ഓന്റെ സത്യം അവന്റെ അടുത്തുള്ളതോടുകൂടി തന്നെ തർക്കം ഒഴിവാക്കിയാൽ ധാനല്ലാഹുൽ ഹുബൈസൻ ഫീ അലൽ ജന്ന സ്വർഗത്തിന്റെ ഏറ്റവും മേലുള്ളവർക്ക് വീട് മനസ്സിലാക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഇത് പറഞ്ഞിട്ടോട് നമ്മളോട് പറയാം തർക്കത്തിന് കുടുംബ പോലെ എന്തറി പറ്റൂലായിട്ട് വാങ്ങി ഹദാക്ക ശൈത്താനിനെ പറ്റിക്കല് പറ്റൂല, ശൈത്താനിനെ പറ്റിയാൽ ശൈത്താനോട് പറയും അമീരിൽ ഹക്ക് വലാത്തുദാഹിൻസി, നീ ഹക്ക് വെളിവാക്കടോ വലാത്തുദാഹിൻസി, ആരെയും സ്വത്തിന് നടക്കണ്ട, ഹക്ക് വെളിവാക്കുന്ന ശൈത്താനോട് പറയും. അതിന്റെ ശൈത്താന എന്റെ ഒരു ശൈത്താൻ അബദൻ എപ്പോഴും ഹൈറിന്റെ വഴി കൂടി വന്നിട്ടാണ് ഷെറിലേക്ക് എന്ത് ചെയ്യുക, വിവരം കുറഞ്ഞവരെ ശൈത്താൻ കൊണ്ട് ചാടിക്കും. ഹൈറിന്റെ വഴി കൂടി വരാം, നമുക്ക് ഇങ്ങനെ ഹൈറാണെന്ന് തോന്നും, ആ ഹൈർ കൂടി കുറേ നമ്മളെ ഷെറി ചാടിക്കാൻ ഫലാക്കും തന്നെ ശൈത്താൻ പ്രയാസപ്പെടാൻ പറ്റും. അപ്പൊ ഈ ശൈത്താൻ എന്നെ ചാടിച്ചിട്ട് ശൈത്താൻ ചിരിക്കും. അപ്പൊ എന്നെ പരിഹരിച്ചിരിക്കുന്ന ശൈത്താൻ എന്നെ ചാടിക്കല്ലോ, ഈ ചാടിക്കുള്ള ശൈത്താനെ സന്തോഷത്തിലേക്ക്. അവിടെ ഇന്നോട് ഞാൻ പറയാം, ആര് എല്ലാവരും പറയട്ടെ, അല്ല ഹക്കനും ഹക്ക് വെളിവാകുന്നത് നല്ലതാണ്. മാനയബൽ ഭൂമിക്ക നിന്നിൽ നിന്ന് സ്വീകരിക്കുന്നവരോട് ഈ അത് പറഞ്ഞ പോലെ സ്വീകരിക്കും. അപ്പൊ അത്ര ആളുകളോട് പറയാം മാനയബൽ ഭൂമിക്ക നിന്നിൽ നിന്ന് സ്വീകരിക്കുന്നവരോട് ഹക്ക് വെളിവാക്കൽ നല്ലതാണ്. അതെങ്ങനെയായിരിക്കണം? പിന്നീട് കിട്ടിയിരുന്നു ഇന്നോട് ഞാനെങ്ങനെ അത് സംസാരിക്കേണ്ടത് പരസ്യമായിട്ടല്ല, ഇന്നോട് പറയേണ്ടത് വളരെ രഹസ്യമായി വിളിച്ചിട്ട് ഇനി നന്നാണെന്നുള്ള ലക്ഷ്യത്തെ തെരീക്കും നസീഹത്ത് അനുസരിച്ച് ഇന്നത്തെ പറയാം. ലാഭത്തിലേക്ക് മാറാത്തി തർക്ക ശൈലി പറയുന്നു, ഉദാഹരണം അവന്റെ ഉദ്ദേശമാണ്. എന്നിട്ട് പിന്നീട് പറയാനേ നസീഹത്തി സിഫത്തും ഹരിഅത്തും, നല്ല ഉദ്ദേശിച്ചുള്ള സംസാരത്തിന് ഒരു രൂപവും ഭാവമുണ്ട്.
അതിലെന്ത് വേണം? അതൊരു ന്യായമായി സംസാരിക്കണം. വൈല സാറത്ത് ഫളീഹതൻ, അല്ലെങ്കിൽ അത് വഷളായ പരിപാടിയായിട്ട് മാറും. ഇതർത്ഥം ഫസാദുഹ അക്സറ മിൻ ഫലാഹിഹ, അതിന്റെ ഫസാദ് അതിന്റെ നന്മയേക്കാൾ കൂടുതലായിരിക്കും. നിങ്ങൾ ഇനി പറയുന്ന നല്ലോണം മനസ്സിലാക്കിയിട്ട് എല്ലാം ഇനി കാണും. ഞാൻ ഈ പറയുന്ന ഇന്ന് ഓരോരുത്തർ ഉപയോഗിക്കുന്നത് അത് ശരിക്കും മനസ്സിലാക്കി. ഒന്നും ഹാലത്ത് ഇത് എൻ്റെ എപ്പോൾ ഉദ്ദേശം എന്നെ എൻ്റെ ജീവിതത്തിൽ മാറ്റം വരുത്തി കിട്ടാറാണ്. ഒന്നും ഹാലത്ത മുത്തഫഖിഹത്തൽ അസ്രി, ഈ ഓരോ കാലത്ത് എത്ര നല്ല കാലമായി, 5 ഈ കാലഘട്ടത്തിലുള്ള ഫിഖ്ഹറിയുന്ന പണ്ഡിതന്മാർ വ്യത്യസ്തം കാലമെന്നാണ്. അവന്റെ പ്രകൃതിയിൽ തർക്കവും വിതർക്കവും മികക്കും. തർക്കിക്കണമെന്ന് മനസ്സ് വരും. ഒരു മിണ്ടാതിരിക്കാൻ കഴിയില്ല. മോനോ പറഞ്ഞു ഇത്ര തർക്കില്ല, മോനോട് തർക്കിച്ചു. ഇപ്പോഴത്തെ കാലത്ത് പണ്ഡിതന്മാർ ഇത് എന്തുകൊണ്ട് ദൂഷിച്ച പണ്ഡിതന്മാരെ ആ ആൾക്കാരെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അന്നതാരിക്ക് പറഞ്ഞു വിജയിച്ച് നേടലാണ് ബഹുമാനം എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. وأن القدرة على المحادثة والمناقشة هو الذي ينتبه به. പറഞ്ഞു തർക്കിച്ച് ജയിക്കലാണ് ഏറ്റവും വലിയ മതഹീനും പറഞ്ഞു കൊടുത്തിട്ടുണ്ട് മൊയ്യാമാർ. അത്തരം മൊയ്യാമാർ നീ ഓടിക്കോ. ഫിറാറൊക്കെ നിന്നല്ലാത്ത പുലിനെ കണ്ടാൽ നരിനെ കണ്ടാൽ നമ്മൾ ഓടിക്കോ. വഹലം, നീ മനസ്സിലാക്കിക്കോ. അന്നൽ മിറാഅ, തർക്കം, സബബുൽ മഖ്തി ഇൻദല്ലാഹ്, അല്ലാഹുവിന്റെ അടുക്കൽ കോപത്തിന് കാരണമാണ്. വഇൻദൽ ഖൽഖി, സൃഷ്ടികളൊരിക്കലും കോപത്തിന് കാരണമാണ്. ഉപദേശമാണ്. ഈ ഉപദേശമാണ് എനിക്ക് ഈ കിതാബാണ് എന്റെ ജീവിതം, എന്റെ പഴയകാല ശൈലിക്കാരുടെ ലോകത്തിനെ എന്റെ ശൈലിക്ക് മാറ്റം പറ്റിയ കിതാബാണ്. അതൊരു ഈ കിതാബ് ഞാൻ ചിന്തിച്ചു പോയി. വിശുദ്ധ ഖുർആൻ തന്നെ ഉദ്ഉ ഇലാ സബീലി റബ്ബിക ബിൽ ഹിക്മ വൽ മൗഇദത്തിൽ ഹസന, നല്ല ഉപദേശങ്ങൾ വളരെ തന്ത്രപരമായി ഈ സമൂഹത്തെ ക്ഷണിക്കണമെന്ന് പറഞ്ഞ ഉടനെ വജാദിൽഹും ബില്ലത്തി ഹിയ അഹ്സൻ, നല്ല മാർഗത്തിൽ ആരെയും വെറുപ്പിക്കാതെ വളരെ സുന്ദരമായി ആവശ്യമായ സമയത്ത് ഇടപെടണമെന്നും അതേപോലെ വാദപ്രതിവാദങ്ങൾ വേണമെന്നും ഉപദേശിക്കുക മാത്രമല്ല, വിശുദ്ധ ഖുർആനിന്റെ ആശയങ്ങൾ പഠിച്ച ഉലമാക്കൾ നമുക്കെന്നെ അറിയാലോ. ബഹുമാനപ്പെട്ട ഇ.കെ. ഹസൻ മുസ്ലിയാർ നബറല്ലാഹു മർഖദ, അതേപോലെ ശംസുൽ ഉലമ, ഇങ്ങനെ തുടങ്ങി നമ്മുടെ മുൻകാല നേതാക്കൾ മുഴുവനും എത്രയെത്ര വാദപ്രതിവാദങ്ങളും ഖണ്ഡനങ്ങളും എല്ലാം നടത്തി. മാത്രമല്ല, നിങ്ങൾ നോക്ക്, വളരെ വേദനയോടെ പറയാനുള്ളത്, പലപ്പോഴും ഇപ്പോ മൂവാറ്റുപുഴയിൽ ഒരു വാദപ്രതിവാദം നടന്നു. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, അല്ലെങ്കിൽ അത് കാണേണ്ട ഒരു സംഭവമാണ്. ഞാൻ പറയുന്നത്, മൂവാറ്റുപുഴ വാദപ്രതിവാദത്തിന് പോകാൻ വേണ്ടി പലരെയും വിളിച്ച കൂട്ടത്തിൽ അന്ന് പേരോട് അബ്ദുറഹ്മാൻ സഖാഫിയെ നമ്മൾ വിളിച്ചു. അപ്പൊ അന്ന് അദ്ദേഹം ചോദിച്ചൊരു ചോദ്യമുണ്ട്, എന്തിനാണ് ഇങ്ങനെ വാദപ്രതിവാദങ്ങളും സംവാദങ്ങളൊക്കെ? സംവാദങ്ങൾ ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് പഴയകാല CD എടുത്ത് കൊടുത്താൽ പോരെ? പഴയകാല CD കൊടുത്താൽ പിന്നെ നമ്മളെ ജിന്നു സീറോ ഒക്കെ അവിടെ വരുമോ? അത് പഴയ കാലത്തിൽ ഒതുങ്ങൂലേ? അപ്പോൾ അന്ന് തന്നെ നിരുത്സാഹപ്പെടുത്തി ഒരു പൊതു പ്ലാറ്റ്ഫോം എന്ന് പേരിട്ട് സമൂഹത്തെ യഥാർത്ഥത്തിൽ ആദർശരംഗം കഴിവഴിഞ്ഞ ഒരു സമൂഹമായി, ഒരു സോളിഡാരിറ്റി പ്രസ്ഥാനം എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അതിന്റെ വ്യക്തമായ തെളിവ് നിങ്ങൾ ആലോചിച്ച് നോക്ക്. ഞാൻ കൂടുതൽ പറയുന്നില്ല. SSFന്റെ ഈ അടുത്തൊരു സമ്മേളനം നടന്നു എറണാകുളത്ത് വെച്ച് സമരമാണ് ജീവിതം എന്ന അർത്ഥത്തിൽ, എന്ന മുദ്രാവാക്യത്തിൽ ഒരു വലിയ സമ്മേളനം. ഞങ്ങളതിനെ വീക്ഷിച്ചു. 3 ദിവസത്തിലായി നടന്ന സമ്മേളനത്തിൽ ഒറ്റ സെഷൻ പോലും ആദർശ വിഷയം പഠിപ്പിക്കാൻ വേണ്ടി നീക്കിവെച്ചിട്ടില്ല എന്നത് വളരെ കൃത്യമായി മനസ്സിലാക്കാൻ കഴിയും. അതാർക്കും, നിരീക്ഷിക്കുന്ന ആർക്കും വ്യക്തമായ കാര്യമാണ്. അതിലുണ്ടായിരുന്നു ഒരു ആദർശ സെഷൻ. അത് കൈകാര്യം ചെയ്തത് കാസിം ഇരിക്കൂർ എന്ന് പറയുന്ന ഒരാളായിരുന്നു. പക്ഷെ അദ്ദേഹം പരിചയപ്പെടുത്തുന്നത് തന്നെ കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് ഒരു വെള്ളിയാഴ്ച ഞാൻ ഒരു ജുമഅക്ക് പോയി. അവിടെ മലയാളത്തിലായിരുന്നു ഖുതുബ എന്നാണ്. അപ്പൊ പിന്നെ അയാൾ ആദർശം പറഞ്ഞാൽ പിന്നെ എന്താ ഉണ്ടാവുമെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ ഇത് എങ്ങോട്ട് പോകുന്നു എന്ന് നമ്മൾ വളരെ കൃത്യമായി മനസ്സിലാക്കുമ്പോൾ, മാത്രമല്ല അന്ന് തന്നെ വാദപ്രതിവാദങ്ങളുടെയും ഖണ്ഡനങ്ങളുടെയും ഒക്കെ CD പൂർണ്ണമായി അവരുടെ സ്റ്റാളുകളിൽ നിന്ന് ഒഴിവാക്കി. ഇപ്പോഴും അങ്ങനെയാണ്. മർക്കസ് കോംപ്ലക്സിൽ SOS ബുക്ക് സ്റ്റാളിൽ പോയി നോക്ക്, ഒരു വാദപ്രതിവാദത്തിന്റെ CD അല്ലെങ്കിൽ ഒരു ഖണ്ഡനത്തിന്റെ CD, അതൊന്നും ഉണ്ടാവില്ല. അതെന്താ കാരണം? ഞാൻ പറയുന്നത് ഇത് വലിയൊരു മാറ്റം, ഇത് ഒരു ലക്ഷ്യത്തിൽ കൂടിയാണ് ഞാൻ പറയുന്നത്. എൻ്റെ ഈ വിഷയത്തിൽ നേരത്തെ നമ്മോട് സഹകരിച്ചിരുന്ന പ്രവർത്തകരുണ്ടാവും. അവർ ചിന്തിക്കുന്നുണ്ടാവും, എന്താണ് ഇപ്പോൾ ഇങ്ങനെ ഒരു മാറ്റം, അല്ലെങ്കിൽ എന്തിനിങ്ങനെ ചിന്തിച്ചു.
ആ പ്രവർത്തകരോട് നമ്മൾ പറയാണ്, ഒരുപാട് സാധുക്കളായ നിഷ്കളങ്കരായ ആളുകൾ അതിലുണ്ട് എന്നുള്ളതിൽ യാതൊരു തർക്കവുമില്ല. അള്ളാഹു അവർക്കെല്ലാം നല്ല വഴി കാണിച്ചു കൊടുക്കുമാറാവട്ടെ. നമുക്കതിനു വേണ്ടി പ്രാർത്ഥിക്കാം. ഞാൻ പറയുന്നത്, ഈ നിഷ്പക്ഷകരായ സമൂഹത്തെ മുന്നിൽ വെച്ചുകൊണ്ട് പറഞ്ഞിരുന്ന കാര്യങ്ങൾ മുഴുവനും അബദ്ധമാണ്, അത് ശരിയല്ല എന്ന് ചിന്തിക്കുന്ന ആർക്കും മനസ്സിലാക്കാൻ കഴിയും. നോക്കൂ നിങ്ങൾ, സമൂഹത്തെ ആദർശത്തിൽ നിന്ന് പിന്നോട്ട് വലിക്കാൻ ഒരിക്കലും നമ്മൾ അനുവദിക്കാൻ പാടില്ല. ഇൻഷാ അല്ലാഹ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ആദർശ പോരാട്ടം അത് തന്നെയാണ് ആവശ്യമുള്ളതും സമൂഹം ഉൾക്കൊള്ളുന്നതും. ആ രൂപത്തിൽ തന്നെ തുടരുകയും ഖിയാമത്ത് നാൾ വരെ അത് നിലനിൽക്കുകയും വേണം. അള്ളാഹു അത് നിലനിർത്തി തരുമാറാവട്ടെ. നമ്മുടെ മാസികകൾ, നമ്മുടെ പത്രങ്ങൾ നിങ്ങൾ എടുത്തു നോക്ക്. ഇപ്പൊ AP വിഭാഗത്തിൽ ഏറ്റവും കൂടുതൽ സർക്കുലേഷൻ ഉള്ള വാരിക അത് റിസാലയാണല്ലോ. പക്ഷെ റിസാലയിൽ നിങ്ങൾ ആരെങ്കിലും ഒരു ലക്കം വായിച്ചാൽ അതിന്റെ ഗതി മനസ്സിലാവും. അത് മനസ്സിലാക്കാൻ ഏതെങ്കിലും ഒരു ലേഖനം പോലും ആദർശപരമായി കൊടുക്കാൻ വളരെ പ്രയാസപ്പെട്ടുകൊണ്ട് തന്നെയാണ് അതിന്റെ അവസ്ഥ ഇപ്പോഴുള്ളത്. മാത്രമല്ല, നമ്മുടെ പ്രഭാഷണങ്ങളെയും പ്രഭാഷകരെയും ഒക്കെ ആദർശ രംഗത്ത് തന്നെ എതിർക്കാനും പറയാനും കഴിഞ്ഞിട്ടുണ്ട് എന്നതും ആ ഒരു വലിയ പരാജയമായി നമ്മൾ മനസ്സിലാക്കുകയാണ്. ചുരുക്കത്തിൽ വളരെ കൃത്യമായി ആദർശ രംഗത്തുള്ള കുറവ് പറഞ്ഞ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയെ ആക്ഷേപിക്കുകയും അതിൽ നിന്ന് പിരിഞ്ഞു പോവുകയും ചെയ്തു. ഒടുവിൽ ആദർശം എന്ത് എന്നറിയാത്ത ഒരു വഴിയിലേക്ക് സമൂഹത്തെ കൊണ്ടുപോകുന്ന വലിയ ഒരു ദുരന്തമാണ് അപ്പുറത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനെതിരെ അവരെ കൂടി ഇത് ബോധ്യപ്പെടുത്തുന്ന രൂപത്തിൽ ഇൻഷാ അല്ലാഹ് പ്രവർത്തിക്കാൻ കഴിയണം എന്നാണ് ഈ സമയത്ത് ഞാനിവിടെ ഓർമ്മപ്പെടുത്തുന്നത്. വിശാലമായി പറയുകയല്ല. അപ്പോ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ വഴിയിലേക്ക് നമ്മൾ കടന്നു വരുമ്പോ ഇത്തരം കാര്യങ്ങൾ അവിടെ ഞാൻ ഒന്നുകൂടി പറയാം. നമ്മുടെ ആത്മീയ രംഗം ഇന്നെന്താണ് SYSലും SSFലൊക്കെ ഉള്ള അവസ്ഥ എന്ന് ചോദിച്ചാൽ, ഏതെങ്കിലും ഒരാള് ദിക്ർ ചെല്ലുന്ന ഒരാളെ കണ്ടാൽ അയാൾ പിഴച്ച ത്വരീഖത്തുകാരനായി വ്യാഖ്യാനിക്കപ്പെടുകയാണ്. അയാൾ ചിലപ്പോൾ ഹദ്ദാദി അല്ലിയതാവാം, അല്ലെങ്കിൽ അയാളൊരു മൗലിദോദിയാവാം. അപ്പോൾ ആത്മീയതയെ വളരെ ക്രൂരമായി മർദ്ദിക്കുന്ന ഒരവസ്ഥ എന്ന് പറഞ്ഞാൽ, തെരഞ്ഞു പിടിച്ച് ആരെങ്കിലും ദിക്ർ ഹൽക്കകളും മറ്റും അത് ചില 1-2 ആളുകൾക്ക് നടത്താം. അതിലപ്പുറം സംഘടനയുടെ ഈ പൊതു സ്വഭാവത്തിൽ നിന്ന് മാറിയിട്ട് ഇത്തരം കാര്യങ്ങൾ നടത്തുമ്പോൾ അത് അപകടമാണ് എന്ന് സമൂഹത്തെ ബോധ്യപ്പെടുത്തി ആത്മീയ രംഗത്ത് വലിയ ഒരു ചൂഷണം തന്നെ നമുക്ക് കാണാൻ കഴിയും. ആത്മീയ രംഗത്ത് ചൂഷണം എന്ന് പറയുമ്പോൾ 2 രൂപത്തിലുള്ള ചൂഷണമാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഒന്ന്, ആത്മീയത ഉള്ള ആളുകളെ മാറ്റി നിർത്തിയിട്ട് അത് എന്നിട്ട് അതിന് ആയത്തുകളൊക്കെ ഓതും. ചിലപ്പോൾ ആയത്തുകളൊക്കെ ഓതിയിട്ട് നമുക്ക് എന്തിനാണ് വേറെ ഒരു ഹിഫ്ള്, അള്ളാഹുവിന്റെ ഹിഫ്ളും കാവലും തന്നെ പോരെ നമുക്ക് എന്ന് തുടങ്ങിയിട്ട് സമൂഹത്തെ കരയിപ്പിച്ച് അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യിപ്പിച്ച് സർവ്വ ആത്മീയതയും ദിക്റും ദുആയും ഒക്കെ എടുത്തൊഴിവാക്കി ഏതോ ഒരു പ്ലാറ്റ്ഫോമിലേക്ക് സമൂഹത്തെ കൊണ്ടുപോകുന്നത് വളരെ ശക്തമായി തന്നെ നമ്മൾ കാണേണ്ടതുണ്ട്. ചെറിയ ഒരു വിഭാഗമാണ് എന്ന് പറഞ്ഞ് നമ്മൾ മാറ്റി നിർത്തിയിട്ട് കാര്യമില്ല. കാരണം നല്ല ആളുകൾ അവരിലുണ്ടാവുമല്ലോ. അപ്പൊ അത്തരം ദിക്ർ ചെല്ലുന്ന അല്ലെങ്കിൽ ആത്മീയതയുടെ വഴിയിലേക്ക് കൊണ്ടുവരാനുള്ള ഒരു ശ്രമം ഇൻഷാ അല്ലാഹ്. ഇനി നിങ്ങൾ നോക്കൂ, ഞാൻ വിശാലമായി പറയുന്നില്ല. ഞങ്ങൾ SSFലും SYSലും എല്ലാം പ്രവർത്തിച്ചിരുന്ന കാലത്ത് നമ്മളെ ഓർമ്മപ്പെടുത്തിയ വേറെ വലിയൊരു സംഗതി ഉണ്ടായിരുന്നു. അതെന്താണ്? SKSSFൽ അല്ലെങ്കിൽ സമസ്തയിലുള്ള സ്വഭാവം വാല് തലയെ നിയന്ത്രിക്കുന്നു എന്ന് പലപ്പോഴും ഞങ്ങളെ പറഞ്ഞു പഠിപ്പിച്ചിട്ടുണ്ട്. പക്ഷെ അതിനെ സംബന്ധിച്ച് ഇപ്പോൾ നമ്മൾ അനുഭവിച്ചറിഞ്ഞപ്പോ തീർത്തും അത് അപ്പുറത്ത് തന്നെയാണ് ഉള്ളത് എന്ന് കൃത്യമായി നമ്മൾ മനസ്സിലാക്കുകയാണ്. പേരോട് അബ്ദുറഹ്മാൻ സഖാഫി ജിഷാന് നൽകുന്ന ഉപദേശത്തിൽ കാര്യമായി പറയുന്ന സംഗതി, സമസ്തയിൽ 40 ആളുണ്ടെങ്കിലും ഒരു കാര്യം പറയാൻ ഞാൻ തന്നെ വേണമെന്നാണ്, മൂപ്പര് വേണമെന്നാണ്. ഏത് ആളും എനക്കറിയാം ഈ വിഷയത്തിൽ ഓരോരുത്തർക്കും എത്ര ഇൽമുണ്ടെന്നും ഞാൻ ഇവരും പറയണം. അത് അള്ളാഹു താല നിയമത്തിന് അറിയാം. എനിക്കറിയാം ഈ വിഷയത്തിൽ എത്രത്തോളം ആണ്ടറിഞ്ഞ് എനിക്കറിയാം. ഞാൻ ചോദിക്കട്ടെ, ഇവിടെ SK സാറ് കോഴിക്കോട്ട് സമ്മേളനം നടത്തിയിട്ട് ഒരു സംഗതി പറയും ഒറ്റ വിചാരം എനിക്കൊന്ന് പോകാം ഇല്ലല്ലോ. ഞാനില്ലാന്ന് ഞാനില്ല ഒരു മില്ലാവുന്നില്ല. ഞാൻ ഇനി ഇത് പോട്ടെ. മാസപ്പറയും വിഷയം വന്നു ഓർമ്മണ്ട ആരെന്റെ കൊണ്ട് വിഷയം കിതാബ് വെച്ചിട്ട് പറഞ്ഞ ഞാൻ ഓർമ്മിച്ചേ. ഇനി ഒന്നുകൂടി നമ്മളെ കക്കാട് തരിക സംസ്ഥയിൽ ഗവൺമെന്റ് കൈകാര്യം വിഷയമാണ്. അതല്ല, അത് സംഗതി പറഞ്ഞു ഇപ്പൊ നൂഷാത്തിരിക്കട്ടെ എന്തെങ്കിലും നമ്മൾ ഒതുങ്ങുന്നവർക്ക് ഒരു 100 നല്ല ഇങ്ങനെ ഭാഗം കൂടിയല്ലോ
ഒരു സന്മാസത്തോട്ട് ഒന്നിയ പന്ത്രണ്ട് ആളുകൾ മുറിച്ചോടെ പറയാ ഞാൻ എനിക്ക് കുറയില്ലാന്ന് പറഞ്ഞത് സംവാദത്തിനുണ്ടോന്ന് ചോദിച്ചിട്ട് ഓല് വന്നില്ലേ ഓല് വന്നിട്ട് എന്റെ പറ്റി കുട്ടികൾ വിചാരിക്കില്ല എന്റെ സങ്കടം തീരുമോ എനിക്ക് അവിടെ ആ വിഷയം ഇവിടെ ഒരു ചെറിയൊരു മുജാഹിദാക്കില്ല ഒരു ആദ്യം ഇതാക്കി തിരികട്ടെ വിചാരിച്ചേ. അപ്പോ പിന്നെ ഈ നിമിഷക്കാരെ ഇത്ര കാലമായി ഇവിടെ സംവാദം ഉണ്ടോന്ന് ചേർക്കുന്നു ഞാൻ എന്റെ കുട്ടിക്ക് അങ്ങനെ തോന്നി. പക്ഷെ നല്ലത് ശരിയായ നല്ലത് ഡോസ് നീ കേട്ടുന്നതെന്ന് അറിയില്ല മരുന്ന് കൊടുത്തപ്പോ ഇപ്പന്റെ അവിടെ ഏറ്റവും വലിയ ഹെഡ് അവിടെയാണ് ആ സ്ഥലത്താ ഗവൺമെന്റ്. അപ്പൊ ഞാനൊരു കാര്യം പറയുന്നു പഠിച്ചിട്ട് എനിക്ക് പറയുന്നു തിരിഞ്ഞിട്ടില്ല എനിക്ക് ഇത് അത് ഞാൻ പറയാൻ പാടില്ല തിരിഞ്ഞൊരു കാര്യം ഞാൻ പറയില്ല ഷറയിൽ ഇത് പറയാൻ ഞാനത് പറയുള്ളൂ. ഈ ഒരു വിഷയത്തിൽ ഞാൻ എന്നോട് പറയാം ഈ ഒരു വിഷയത്തിൽ ഷറയെ അനുസരിച്ച് നമ്മൾ ഇതാ ഇപ്പൊ തുറന്ന് പ്രഖ്യാപിക്കണം ഈ പൊടി എന്ന് പറയില്ല ഞാൻ പറയില്ല ഞാൻ പറയണം തുറന്ന് പ്രഖ്യാപിക്കുന്നത് ഞാൻ പ്രഖ്യാപിക്കുന്നു സഭയ്ക്കുള്ള കാര്യം പ്രഖ്യാപിക്കണം എന്ന് പറഞ്ഞാൽ അങ്ങനെ പ്രഖ്യാപിച്ചാലുണ്ടാകുന്ന നാശം അറിയാം. അത് മറ്റു 40 ആളുണ്ടായിട്ട് കാര്യമില്ല. ഓരോ ഇൽമിന്റെ ഗതി എന്താന്ന് എനിക്കറിയാം. ഇവിടെ എന്തൊക്കെ പ്രശ്നം ഉണ്ടായപ്പോഴും ഞാനല്ലാതെ ആരാ അവിടെ ഉണ്ടായിട്ടുള്ളതെന്നാണ് കൃത്യമായി അയാൾ പറയുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് അത് ക്ലിപ്പ് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ബോധ്യമാവും. എന്നിട്ട് എണ്ണി പറയുന്നുണ്ട് നൂരിഷാ തരീഖത്ത് വന്നു, ഇവിടെ സമസ്തയിൽ എത്ര ആലിമുണ്ടായി, അവർക്ക് വല്ലതും പറയാൻ കഴിഞ്ഞോ, ഞാനല്ലേ അത് ഇടപെട്ടത്, അങ്ങനെ പറയുന്നുണ്ട് ഓരോന്നും. മാസപ്പിറവി വന്നു, അത് ഞാനല്ലേ ഇടപെട്ടത്, ഇടപെട്ട കോല എങ്ങനെയാന്നുള്ളത് വേറൊരു കാര്യം, പക്ഷേ ഇടപെട്ടത് ഞാനല്ലേ എന്ന് അയാൾ ചോദിക്കുന്നുണ്ട്. ചുരുക്കത്തിൽ നിങ്ങൾ മനസ്സിലാക്കി. എന്നിട്ട് സ്വന്തം ഉസ്താദായ കാന്തപുരം അബൂബക്കർ മുസ്ലിയാരെ പോലും തിരുത്താൻ അയാൾ അതിൽ തയ്യാറാകുന്നുണ്ട്. അദ്ദേഹം പറയുന്നത് പല വിഷയവും അവർക്കൊന്നും അറിയൂല, അത് ഞാൻ പോയി പഠിപ്പിച്ചു കൊടുക്കുമ്പോഴാണ് അവർക്കത് മനസ്സിലാവുക എന്നതാണ്. നിങ്ങൾ ചിന്തിക്കണം, ഉസ്താദുമാർക്ക് അങ്ങോട്ട് പഠിപ്പിക്കുന്ന സ്വഭാവം അത് ഏതെങ്കിലും ഒരു ആലങ്കാരിക പ്രയോഗം എന്ന നിലയ്ക്ക് ഞാൻ പറഞ്ഞതല്ല. അതേ സമയത്ത് എന്നിട്ട് ഓരോ ആളുകളെ പേരെടുത്ത് പറഞ്ഞു ചെറിയ എപിക്ക് തിരിയൂല, എപിക്ക് അത് മനസ്സിലായിട്ടില്ല, അത് ഞാൻ പറഞ്ഞു കൊടുത്തപ്പോൾ അത് മനസ്സിലായി, അല്ലെങ്കിൽ എനിക്കാണത് തിരിഞ്ഞത്. ഈ ഒരു സ്വഭാവം അത് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ പേരിൽ ആരോപണമായി ഉന്നയിക്കാറുണ്ടെങ്കിലും യഥാർത്ഥത്തിൽ നമ്മളത് കാണുന്നത് അപ്പുറത്താണ് എന്നത് വളരെ കൃത്യമായി ഞാൻ ഇവിടെ അക്കമിട്ട് പറയുകയാണ്. മാത്രമല്ല നിങ്ങൾ നോക്കൂ, ഇവിടെ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ പ്രവർത്തനങ്ങൾ ഓരോന്നും നടപ്പിലാക്കുക എന്നതാണല്ലോ. അതിപ്പോ SKSF-നെ കുറിച്ചും SYS-നെ കുറിച്ചൊക്കെ നമ്മൾ പഠനം നടത്തിയപ്പോൾ നമുക്ക് മനസ്സിലായ ഒരു കാര്യമാണ്. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ അവർ പറയുന്നു, അവർ ആജ്ഞാപിക്കുന്നു, അത് വളരെ ക്രിയാത്മകമായി സമൂഹത്തിൽ മനസ്സിലാക്കി കൊടുക്കുകയും അതിന്റെ പരിധികളും പരിമിതികളും മനസ്സിലാക്കി സമൂഹത്തെ അതിലേക്ക് കൊണ്ടുവരികയും ചെയ്യുക എന്ന ദൗത്യമാണല്ലോ നമ്മുടെ സംഘടനകൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ അതിനു പകരം ഉസ്താദുമാരെ ഓവർടേക്ക് ചെയ്ത് അവർക്ക് അതിർവരമ്പുകൾ സൃഷ്ടിച്ച് അങ്ങോട്ട് നിയമം പഠിപ്പിക്കുന്ന ഒരു ചുറ്റുപാട്, അതാണ് യഥാർത്ഥത്തിൽ അപ്പുറത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് നമ്മൾ മനസ്സിലാക്കുകയും അതിന്റെ ഈ പറഞ്ഞ ക്ലിപ്പിൽ തന്നെ, ഈ 4.5 മണിക്കൂർ പ്രസംഗത്തിൽ തന്നെ അതിന്റെ പ്രസക്തമായ ഭാഗങ്ങൾ അതിൽ അടങ്ങിയിട്ടുണ്ട്. ഇത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ ചുരുക്കത്തിൽ ഞാൻ പറഞ്ഞു വന്നത്, ഈ സമയം വരെ നമ്മൾ പഠിച്ച ഒരുപാട് പാഠങ്ങളിൽ നിന്ന് നമുക്ക് കിട്ടിയ പാഠം, ആദർശ രംഗത്ത് മുന്നോട്ട് പോകണമെങ്കിൽ തീർച്ചയായും സമസ്തയുടെ പാതയിലേക്ക് കടന്നു വന്ന് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ, ഇന്ന് വന്നിരായ കോയക്കുട്ടി ഉസ്താദും വന്നിരായ സൈനുൽ ഉലമ ചെറുശ്ശേരി ഉസ്താദും അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കുമാറാവട്ടെ, നമ്മുടെ നേതാക്കളുടെ പിന്നിൽ നിന്നുകൊണ്ട് മുന്നോട്ട് ഗമിച്ചാലല്ലാതെ ആദർശ രംഗത്ത് ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന വലിയ ഒരു യാഥാർത്ഥ്യം അവിടെ നമ്മൾ മനസ്സിലാക്കുകയാണ്. ആ മനസ്സിലാക്കുന്നതിൽ നിന്നാണ് നമ്മുടെ ആഖിറവും നമ്മുടെ ദീനും സംരക്ഷിക്കണം. അതിന് തീർച്ചയായും സുന്നത്ത് ജമാഅത്തിൽ പ്രവർത്തിക്കണമെങ്കിൽ സമസ്തയുടെ പാതയിൽ മാത്രമേ അതിന് കഴിയൂ എന്ന തിരിച്ചറിവ് അവിടെ നിന്നാണ് യഥാർത്ഥത്തിൽ നമുക്കുണ്ടാകുന്നത്. ഇത് വളരെ കൃത്യമായി നമ്മൾ പഠിക്കുമ്പോൾ അപ്പുറത്ത് ഈ കാലം വരെ പറഞ്ഞിരുന്ന അവകാശവാദങ്ങൾ ഒന്നൊന്നായി പൊടിയുന്നത് വളരെ കൃത്യമായി നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോ നമ്മൾ ചുരുക്കി പറയുകയാണെങ്കിൽ, ഇങ്ങനെ ഓരോ ഘട്ടങ്ങളും പരിശോധിച്ച് വരുമ്പോ ഇതെല്ലാം പഠിച്ചുകൊണ്ട് തന്നെയാണ് അവസാനമായി ഇപ്പോൾ നടന്ന വിവാദത്തെയും നമ്മൾ കാണുന്നത്. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയും SKSF-ഉം ഒക്കെ ഇവിടെ ഓരോ വിവാദങ്ങളും വരുമ്പോ എങ്ങനെ ഇടപെടുന്നു എന്ന് കൃത്യമായി പഠിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഇത്തരം കാര്യങ്ങൾ മനസ്സിലാക്കുന്നതിൽ
യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാവുകയില്ല എന്ന് ഇപ്പോൾ നമ്മൾ അനുഭവിച്ചറിഞ്ഞപ്പോൾ നമുക്കത് പറയാൻ കഴിയുകയാണ്. നോക്കൂ നിങ്ങൾ, ഞാൻ പറഞ്ഞല്ലോ, ഇവിടെ വന്ന ഓരോ വിവാദങ്ങളെയും നമ്മൾ മനസ്സിലാക്കുമ്പോൾ ഇപ്പോൾ പേരോടത്ത് റഹ്മാൻ സഖാഫിയെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ അത്തരം ആളുകളെ സംബന്ധിച്ചിടത്തോളം ഒറ്റ കാഴ്ചപ്പാടേ ഉള്ളൂ. അതെന്താണ്? സംഘടനയെ രക്ഷപ്പെടുത്തണം. പണ്ട് ബാലുശ്ശേരി പറയാറുണ്ട്, സംഘടന എന്ന് പറയുന്നത് അത് ഒരു മൊബൈലിന്റെ കവർ പോലെയാണ്. അതാണ് ഇപ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത്. യഥാർത്ഥത്തിൽ ദീനിനെ സംരക്ഷിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ ഒരു രക്ഷാ കവചമാണല്ലോ ഈ സംഘടനാ പ്രസ്ഥാനം എന്നൊക്കെ പറയുന്നത്. അതത്രയല്ലേ ഉള്ളൂ. സമസ്ത കേരള ജമിയത്തുൽ ഉലമ ഇവിടെ ഉണ്ടായിട്ടില്ലെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? അത് കേരളം വിട്ട് നമ്മൾ അന്യ സംസ്ഥാനങ്ങളിലേക്കും മറ്റു യാത്ര ചെയ്താൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. മദ്രസ പ്രസ്ഥാനം ഉണ്ടായിരുന്നില്ലെങ്കിൽ എന്തായിരുന്നു അവസ്ഥ? അപ്പൊ ചുരുക്കത്തിൽ ഞാൻ പറയുന്നത്, ആ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയും നമ്മുടെ സംഘടനകളും എല്ലാം പ്രവർത്തിക്കുമ്പോൾ അത് നേതൃത്വത്തിന്റെ പിന്നിൽ നിന്ന് അച്ചടക്കത്തോടെ പ്രവർത്തിക്കാൻ കഴിഞ്ഞെങ്കിൽ മാത്രമേ അതിൻ്റെതായ ഫലം ഉൾക്കൊള്ളാൻ ആ സമൂഹത്തിന് കഴിയൂ എന്നത് വളരെ കൃത്യമായി എവിടെയും നമ്മൾ മനസ്സിലാക്കുകയും പഠിക്കുകയും ചെയ്ത ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഇത്തരം വിവാദങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് പണ്ഡിതന്മാർ പറയേണ്ടത്, അവർക്കൊരു ദൗത്യമുണ്ട്. ആ ദൗത്യം എന്താണ്? അവർ ഓതിപ്പടിച്ച കിതാബുകൾ അല്ലെങ്കിൽ അവർക്ക് അവരെ ഉസ്താദുമാര് നിർദ്ദേശിച്ചു കൊടുത്ത പാഠങ്ങൾ അത് സമൂഹത്തെ ബോധ്യപ്പെടുത്തുകയും അത് പരിചയപ്പെടുത്തുകയും ചെയ്യുക എന്നതാണ് പണ്ഡിത ദൗത്യം. അല്ലാതെ സംഘടനയെ സഹായിക്കുക എന്നതോ അല്ലെങ്കിൽ സംഘടനയുടെ നയത്തിന് വേണ്ടി ഏത് മസലയും അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കാം, അതൊന്നൊരു പ്രശ്നമല്ല. നമ്മുടെ സംഘടനക്കൊത്തും പറ്റരുത്, പ്രസ്ഥാനത്തിന് പറ്റരുത് എന്നൊരു ചിന്ത ഈ സമൂഹത്തിന് വലിയൊരു ദുരന്തമാണ്. അതാണ് അപ്പുറത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് പറയാനത് വെക്കാൻ വയ്യ. നോക്ക് നിങ്ങൾ, ഇപ്പൊ ലാസ്റ്റ് ഇപ്പൊ പറഞ്ഞൊരു സംഭവം ഉണ്ടല്ലോ, മരണത്തോടെ മുഅ്ജിസത്ത് അവസാനിക്കും അല്ലെ? ഇപ്പൊ നമ്മുടെ ക്ലാസ് റൂമുകളിലൊക്കെ വലിയ ചർച്ച നടന്നുകൊണ്ടിരിക്കുന്ന വിഷയമാണ്. ഇപ്പൊ അത് എവിടെയൊക്കെ എത്തി എന്ന് ചോദിച്ചാൽ അത് പറഞ്ഞത് ഒരു സംഘടനാ നേതാവാണ്. പറഞ്ഞത് അതാരാ? അത് പൊന്മള അബ്ദുൽ ഖാദർ മുസ്ലിയാരാ. പ്രവാചകന്റെ അമാനുഷികതയിൽപ്പെട്ട പലതും ഉണ്ട്. അതിൽപ്പെട്ട ഒന്നാണ് അവിടുത്തെ തിരുകേശം കത്തുകയില്ല എന്നത്, അവിടുത്തെ തിരുകേശത്തിന് നിഴലില്ല എന്നത്. അങ്ങനെ പലതും ഉണ്ട്. അത് അവിടുത്തെ അമാനുഷികതയാണ്. പ്രവാചകരുടെ അമാനുഷികത എന്താണെന്ന് മനസ്സിലാക്കാത്തവർ അതിനെ സംബന്ധിച്ച് സംസാരിച്ചിട്ട് കാര്യമില്ല. ഞാനത് റസൂലുള്ളാഹിന്റെ പേരിൽ ഫാത്തിഹ ഓതിയിട്ട് തന്നെ ഞാൻ കത്തിച്ചു, അത് കത്തി. എന്നാ ഏറ്റുസ്ഥാന പറഞ്ഞ ആൾക്കുന്നോട് ഞാൻ യോജിക്കണില്ല. കാരണം കത്തൂലാണ് റസൂലുള്ളാഹിന്റെ ഹയാത്ത് കാലത്താണ്. എന്നാ ഏറ്റുസ്ഥാന പറഞ്ഞ ആൾക്കുന്നോട് ഞാൻ യോജിക്കണില്ല. കാരണം കത്തൂലാണ് റസൂലുള്ളാഹിന്റെ ഹയാത്ത് കാലത്താണ്. പിന്നെ അത് വഫാത്തിന് ശേഷം അത് ബാധകമാവില്ല. വഫാത്തിന് ശേഷം അത് നിലനിൽക്കില്ല. റസൂലുള്ളാഹിന്റെ മൗജിദാത്തിൽ നിന്ന് ഖിയാമത്ത് വരെ നിൽക്കണ മൗജിദത്ത് ഖുർആൻ മാത്രമേ ഉള്ളൂ. പിന്നെ അത് വഫാത്തിന് ശേഷം അത് ബാധകമാവില്ല. വഫാത്തിന് ശേഷം അത് നിലനിൽക്കില്ല. റസൂലുള്ളാഹിന്റെ മൗജിദാത്തിൽ നിന്ന് ഖിയാമത്ത് വരെ നിൽക്കണ മൗജിദത്ത് ഖുർആൻ മാത്രമേ ഉള്ളൂ. എന്നാ പിന്നെന്ത് ചെയ്യണം? അതിനെന്തായാലും ന്യായീകരിച്ചേ പറ്റൂ. ന്യായീകരിക്കുന്ന ആളുകൾക്ക് പോലും അറിയൂല അത് എന്തിനാ ന്യായീകരിക്കുന്നത്. അക്കോലത്തിലുള്ള ന്യായങ്ങളാണ്. അതുകൊണ്ടാണ് അത് വ്യത്യസ്തമാകുന്നതും അത് പല രൂപത്തിലേക്ക് പോകുന്നതും. അപ്പൊ സംഘടനയെ സംരക്ഷിക്കുക എന്നതിലപ്പുറം നമുക്കൊരു മരണമുണ്ടെന്നും ആ മരണത്തിന് ശേഷം ഒരു ജീവിതമുണ്ടെന്നും അവിടെ പണ്ഡിതന്മാർ ഉത്തരം പറയേണ്ടി വരുമെന്നും വളരെ കൃത്യമായ ഒരു ബോധം നഷ്ടപ്പെടുമ്പോ സഹോദരങ്ങളെ, അതാണ് വലിയ ഒരു മാരക ദുരന്തമായി നമ്മൾ എണ്ണുന്നത്. എന്തും ന്യായീകരിക്കുന്നൊരവസ്ഥ, ഏതിനെയും വെള്ളപൂശുന്നൊരവസ്ഥ. ഈ അവസ്ഥ മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ് SKSSF-ഉം അതുപോലെ സമസ്ത കേരള ജമിയത്തുൽ ഉലമയും SYS-ഉം ഒക്കെ ഈ കേശവിവാദത്തെയും കണ്ടിട്ടുണ്ടാവുക എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അങ്ങനെ തന്നെയാണല്ലോ. അതായത് ഇവിടെ ആഖിറം എന്ന ഒരു സംഗതിയുണ്ട്. ആ ആഖിറത്തിൽ നമ്മുടെ ഉത്തരവാദിത്വം നിർവഹിക്കണം. അതിലപ്പുറം നമുക്കെന്താണ് ഇവിടെ ഒരു ദൗത്യമായിട്ടുള്ളത്? ഇപ്പൊ വ്യാപക പ്രചരണം നടത്തിക്കൊണ്ടിരിക്കുന്നത് നമുക്കറിയാം. SSF-കാരനായാലും SYS-കാരനായാൽ അവരോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മുജാഹിദുകളെ പോലെ, ജമാഅത്തെ ഇസ്ലാമിയെ പോലെ, അല്ലെങ്കിൽ അത്തരം പിഴച്ച വാദക്കാരെ പോലെ തിരികേശത്തിനും ഷഅർ മുബാറക്കിനും എതിരാണ് സമസ്തയും SKSF-ഉം എന്നാണ് ഇപ്പോഴും വ്യാപകമായ പ്രചരണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ പഠിച്ചപ്പോ ഇപ്പൊ നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യം, യഥാർത്ഥത്തിൽ സമസ്ത കേരള ജമിയത്തുൽ ഉലമയാണ് ഇവിടെ ആസാറുകളെയും
വിശിഷ്യ ഷഹർ മുബാറക്കിനെയും സമൂഹത്തിന് പഠിപ്പിച്ചു കൊടുക്കുകയും അതേപോലെ അത് പരിചയപ്പെടുത്തുകയും ചെയ്ത ഒരു വിഭാഗം. അതാണ് നമുക്കതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റിയൊരു കാര്യം. അതിലിവിടെ ആർക്കെങ്കിലും തർക്കമുണ്ടോ? മുജാഹിദുകളെ വിഷയത്തിൽ പറയുന്നത് എന്താണ്? അങ്ങനെ ഷഹർ മുബാറക്ക് എന്നൊരു സംഗതി എന്ന ലോകത്തില്ല എന്നാണ്. അല്ലെങ്കിൽ അതിൽ നമ്മൾ ആദരിക്കാൻ പാടില്ല, ആദരിച്ചാൽ കാഫിറാകുമെന്ന് വരെ പറയുന്നവരുണ്ട്. സലാം സുല്ലമി എന്ന് പറഞ്ഞൊരു വിദ്വാനുണ്ട്. അയാൾ പറഞ്ഞത് സ്വഹാബികളുടെ കാലത്താവുമ്പോൾ നേരെ നബിതങ്ങളിൽ നിന്ന് കിട്ടിയതാവുമല്ലോ, എന്നാൽ പോലും അതിൽ ബർക്കത്തുണ്ട് എന്നൊരാൾ വിശ്വസിച്ചാൽ ഓൻ കാഫിറാണെന്നാണ്. അപ്പൊ പിന്നെ സ്വഹാബികൾ കുടിച്ചല്ലോ, സ്വഹാബികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുകേശം സ്വീകരിച്ചല്ലോ. അപ്പോൾ പറയുന്നത് അത് സ്വഹാബിയല്ല, ആര് കുടിച്ചിട്ടും കാര്യമില്ല, അത് കുഫറും ശിർക്കുമാണെന്നാണ്. കാരണം അഭൗതിക മാർഗത്തിലുള്ള സഹായം അല്ലാഹു അല്ലാത്തവരിൽ നിന്ന് കിട്ടുമെന്ന് പ്രതീക്ഷിച്ചാൽ അത് ശിർക്കാണ് എന്ന് വളരെ കൃത്യമായി അവർ പഠിപ്പിക്കുകയാണ്. അപ്പൊ ഞാനിവിടെ ഈ പ്രസംഗം കേൾക്കുന്ന നേരത്തെ നമ്മളുമായി സഹകരിച്ചിരുന്ന പ്രവർത്തകർ, അവരോട് പറയാനുള്ളത് ആ ധാരണ തികച്ചും തെറ്റാണ്. ഏത്? സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയും അതിന്റെ കീഴ്ഘടകങ്ങളും തിരികേശത്തിനും അല്ലെങ്കിൽ ആസാറുകൾക്ക് എതിരാണ് എന്ന തോന്നൽ അത് നമുക്ക് പുറത്തുനിന്ന് ചിന്തിക്കുമ്പോൾ കിട്ടുന്ന ഒരു സംഗതിയാണ്. ഇവിടെ വന്നപ്പോൾ യഥാർത്ഥത്തിൽ ഞാൻ സംസാരിക്കുന്ന നേതാക്കളൊക്കെ വളരെ ശക്തമായി ഷഹർ മുബാറക്കിനെയും അതേപോലെ തന്നെ ആസാറുകളെയും അംഗീകരിക്കണമെന്നും അതിന് മഹത്വമുണ്ടെന്നും അത് പഠിപ്പിക്കാനാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ നിലകൊള്ളുന്നത് എന്നും പഠിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അത് കൃത്യമായി അറിയാത്തത് കൊണ്ടൊന്നുമല്ല കേട്ടോ, അപ്പുറത്ത് നേതാക്കൾക്ക് അറിയാത്തത് കൊണ്ടല്ല, അങ്ങനെ പഠിപ്പിച്ചാലേ സംഭവം നടക്കൂ. അതാണ് സംഭവത്തിൽ ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇനി ഞാൻ പറയട്ടെ, യഥാർത്ഥത്തിൽ ഇനി ആ വിഷയത്തിലേക്ക് തന്നെ ഞാൻ വരാം. ഇങ്ങനൊരു വിവാദം കേരളത്തിൽ ഉണ്ടായപ്പോൾ, ആസാനുകളെ സംബന്ധിച്ചുള്ള ചർച്ച ഉണ്ടായപ്പോൾ, അതിന്റെ സത്യം ഈ സമൂഹത്തെ ബോധ്യപ്പെടുത്താൻ ആർക്ക് കഴിഞ്ഞു, അല്ലെങ്കിൽ അതിനുവേണ്ടി എന്തൊക്കെ ചെയ്യാൻ കഴിഞ്ഞു എന്ന് നമ്മൾ വളരെ നിഷ്പക്ഷമായി ഒന്ന് ചിന്തിക്കുക. ഞങ്ങൾ ചിന്തിച്ചു. മർക്കസിൽ ഷഹർ മുബാറക്ക് വന്ന ഒന്നാമത്തെ ദിവസം തന്നെ, അല്ലെങ്കിൽ മർക്കസിൽ മുടി വന്ന ഒന്നാമത്തെ ദിവസം തന്നെ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ സെക്രട്ടറി ചെറുശ്ശേരി സൈനുദ്ദീൻ മുസ്ലിയാർ വന്നിട്ട്, അല്ലെങ്കിൽ SKSFന്റെ ഒരു നേതാവ് വന്നിട്ട് അത് തെറ്റാണെന്ന് പറഞ്ഞിട്ടുണ്ടോ? ഇല്ലല്ലോ. അങ്ങനെ ഉണ്ടോ? ഇല്ല, ഉണ്ടായിട്ടില്ല. 6 കൊല്ലം കഴിഞ്ഞ് അതിനെ സംബന്ധിച്ച് പഠനം നടത്താൻ തുടങ്ങുമ്പോഴാണ് യഥാർത്ഥത്തിൽ അതുമായി ബന്ധപ്പെട്ട ഉത്തരങ്ങൾ പരസ്പര വൈരുദ്ധ്യമാവുകയും പരസ്പരം എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന ആളുകൾക്ക് തന്നെ അതിൽ വിശ്വാസമില്ലാത്ത ഒരവസ്ഥയാണ് എന്ന് സമൂഹം മനസ്സിലാക്കുകയും ചെയ്തപ്പോൾ ഇപ്പോൾ അവർ സമസ്തയുടെ പാതയിലേക്ക് അറിയാതെ വന്നുകൊണ്ടിരിക്കുന്നു എന്നത് ഇപ്പോൾ ഞാനിവിടെ തുറന്നു പറയാൻ ആഗ്രഹിക്കുകയാണ്. ഒന്നുകൂടി പറഞ്ഞാൽ, ഞങ്ങൾക്ക് ഇപ്പൊ സംഘടനാ വിരുദ്ധർ എന്നൊരു പേരുണ്ട്. ഞാനായാലും രാമന്തലിയായാലും ഞങ്ങൾക്കെല്ലാം. എന്താണ് അതിന്റെ കാരണം നിങ്ങൾക്കറിയോ? ഈ പിന്നെ തിരികേശത്തിന്റെ വിഷയത്തിൽ അന്ന് ആത്മാർത്ഥമായിട്ട് തന്നെ, അതിൽ വേറെ പ്രശ്നമൊന്നും ഉണ്ടായിട്ടില്ല. ഞങ്ങൾ മനസ്സിലാക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഈ കേശത്തിന് നമ്മൾ അങ്ങേയറ്റം മഹബത്തോടെ സേവനം ചെയ്താൽ അതിന് ഫലമുണ്ടെന്ന ആത്മാർത്ഥതയോട് തന്നെയാണ് അന്നത്തെ പ്രസംഗങ്ങളെല്ലാം നടത്തിയത്. ആ പ്രസംഗം നടത്തിയതിന്റെ പേരിലാണ് യഥാർത്ഥത്തിൽ ഞങ്ങളെ സംഘടനാ വിരുദ്ധരാക്കിയത്. അത് നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ടോ? വേറൊന്നുമല്ല, SKSFന്റെ പരിപാടികൾ എല്ലാ സ്ഥലത്തും നടക്കും. കേസിനെ സംബന്ധിച്ചിടത്തോളം പിന്നെ അതിൽ മതിൽക്കെട്ടുകളില്ലല്ലോ, അത് അപ്പുറത്താണുള്ളത്. എന്നിട്ട് ഞങ്ങളെ കൊണ്ട് ഇത് പറഞ്ഞു നിർത്തിക്കുന്നത് സംഘടന. പിന്നെ ചില പ്രത്യേക സ്ഥലങ്ങളിൽ ഞങ്ങളോട് പ്രസംഗിക്കാൻ വേണ്ടി നേരെ കാന്തപുരം തന്നെ വിളിച്ചു പറയുമ്പോൾ നമ്മൾ അവിടെ പോയി പ്രസംഗിക്കും. പക്ഷെ അവിടെ പോയി പ്രസംഗിച്ചാൽ പിന്നെ അടുത്ത മീറ്റിങ്ങിൽ നമുക്ക് വരുന്ന പേര് സംഘടനാ വിരുദ്ധൻ എന്നാണ്. അപ്പൊ എന്തിനാണ് അത്ര ഇത് നിർത്തിവെച്ചത്? പ്രസിഡന്റിനും അതിൽ വിശ്വാസമില്ല, സെക്രട്ടറിക്കും വിശ്വാസമില്ല. പിന്നെ എങ്ങനെ നിർത്തിവെക്കാതിരിക്കത്? അതിപ്പോ മനസ്സിലായി. ഇപ്പൊ നമ്മളെ ജിഷാനും പിന്നെ രാമന്തിലെല്ലാം കൂടി ആ ക്ലിപ്പുകളും കാര്യങ്ങളും കേട്ടപ്പോൾ അതെല്ലാം വ്യക്തമായല്ലോ. അപ്പൊ ഞാൻ പറയുന്നത്, ഈ വിവാദത്തിന്റെ ആദ്യത്തെ വിഷയം തന്നെ അത് ഈ CD പറയുന്നുണ്ട്. ഏത്? ഈ ജിഷാനോട് നടത്തിയ 4.5 മണിക്കൂർ പ്രഭാഷണം എന്നതിനെ കുറിച്ച് പറയാൻ പറ്റില്ലെങ്കിലും രഹസ്യ സംഭാഷണത്തിൽ പേരോട് വളരെ കൃത്യമായി പറയുന്നുണ്ട്. നൗഷാദ് ഹസനിയും അതുപോലെ വഹാബ് സഖാഫിയും ഒക്കെ സംഘടനാ വിരുദ്ധരായത് തിരികേശ വിഷയത്തിൽ അവരെല്ലാ സ്ഥലത്തും മറുപടി പറഞ്ഞ് നടന്നുകൊണ്ടാണ് എന്നാണ്. എന്താ വെറുപ്പിന്റെ അടിസ്ഥാന കാരണം? അടിസ്ഥാന കാരണം SUS എന്ന സംഘടനയിൽ SSF സംഘടന SSF ഞാൻ കൊടുക്കുന്നവരില്ലേ
സംഘടനയും ഇവരെ തുള്ളാൻ പറ്റിയ ആരാ അഹ്സനി വഹാബ് തുടങ്ങിയവർക്ക് എല്ലാ ദിവസവും ക്ലിപ്പും വെച്ചിട്ട് ഈ ഒറ്റ വിഷയം പ്രസംഗിച്ചിട്ട് നാട് കുട്ടിച്ചോറാക്കണം. അങ്ങനെ കുട്ടിച്ചോറാക്കിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഈ കാഫറുകളുടെ വഴി പിണറായി പ്രത്യക്ഷതാമരം, ഈ കാഫറുകളുടെ വഴി പിണറായി പ്രത്യക്ഷതാമരം. ഒരു റസൂലുള്ളാഹിയെ പറ്റി പറയുന്നതിന് ഒരു വിഷമമില്ല. ഒരു മനുഷ്യന് ഒരു ഇതങ്ങോട്ടും ഇങ്ങോട്ടും മത്സരിക്കണം എന്നുള്ള ഒന്നും ഒരിക്കില്ല. സുന്നത്തിയമായിട്ട് സംഘടനയില്ല. ഇനി ഞാൻ അവിടെ ഒന്നുകൂടി പറയാം. ഞങ്ങളന്ന് ബോംബെയിലേക്ക് പോയി, നിങ്ങൾക്കറിയാലോ. അതേപോലെ തന്നെ ഈ ആക്കോട് വെച്ച് നടന്ന സംഭവം, അതെല്ലാം ഞങ്ങളെ കൊണ്ട് ഇവർ ചെയ്യിപ്പിച്ച് ഇപ്പം എല്ലാം റോങ് പരിപാടി. നിങ്ങൾ ആലോചിച്ച് നോക്ക്. ആക്കോട് പരിപാടി കഴിഞ്ഞിട്ട് ആദ്യം വിളിച്ച ഞങ്ങൾ ആശീർവദിച്ച ആളാരാ? അത് പേരോട് അബ്ദുറഹ്മാൻ സഖാഫിയാണ്. നിങ്ങൾ റോങ് പരിപാടി എന്ന് പറയുമ്പോൾ അത് അയാൾ ചെയ്യിപ്പിച്ചല്ല എന്ന് മനസ്സിലാക്കരുത്. ആ സൗദിയിൽ നിന്ന് വിളിച്ചിട്ടാണ് ഞങ്ങൾ കാന്തപുരങ്ങൾ ആശംസ അർപ്പിച്ചത്. മനസ്സിലാക്കണം. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് ചുരുക്കത്തിൽ, ഇനി നമ്മളെ ആ വിവാദത്തിലേക്ക് കടന്നാൽ തന്നെ ആരാണ് യഥാർത്ഥത്തിൽ ഈ വിവാദം ഉണ്ടാക്കിയത്? വിവാദമുണ്ടാക്കിയതിന്റെ ഒന്നാമത്തെ ഉത്തരവാദി പേരോട് അബ്ദുറഹ്മാൻ സഖാഫി തന്നെയാണ്. അതിലൊരു തർക്കമില്ല. കാരണം എന്താ അറിയോ, എവിടുന്നാ വിവാദം തുടങ്ങുന്നത്? നിങ്ങൾ ആലോചിച്ച് നോക്ക്. ഇത് SKSF വിശ്വാസമല്ലാന്ന് ഞാൻ അന്ന് കേട്ടപ്പോൾ അത്ഭുതപ്പെട്ടെങ്കിലും ഞാൻ ചിന്തിക്കുന്നത് എങ്ങനെ വിശ്വാസം ഉണ്ടാവുക ഈ കോലത്തിലായാൽ? അല്ലെങ്കിൽ ആലോചിച്ച് നോക്ക്, എങ്ങനെ തുടങ്ങുന്നറിയ വിവാദം? ഇയാള് ഫസ്റ്റ് തന്നെ സനതാണോ കാര്യമെന്നാ ചിന്തിച്ചിട്ടല്ല, അത് അപ്പോഴാണ് കൊടുക്കലാണ്. ഒരാളാവരാണല്ലോ അവിടുത്തെ ആവശ്യം. അതുകൊണ്ട് പറഞ്ഞെന്ത്, ഇതാ സനത് വായിക്കുന്നു, സനത് ആവശ്യമുള്ളവർക്ക് ഇതാ കണ്ടോളൂ എന്നൊക്കെ പറഞ്ഞിട്ടൊരു വായന. എന്താ ഈ വായിക്കാൻ പോകുന്നതെന്ന് തന്നെ അറിഞ്ഞൂടാ. നിങ്ങൾ ചിന്തിക്കണം. വളരെ കൃത്യമായി ആ വിഷയത്തിൽ നമ്മൾ പഠനം നടത്തിയപ്പോൾ തിരിഞ്ഞ സംഗതികളാണ്. അതിനെല്ലാവർക്കും കാണാതെ അറിയുന്ന സംഭവമാണല്ലോ. അത് കഴിഞ്ഞിട്ട് വടകര പോയിട്ട് പറഞ്ഞു സനത് വേണം. ഹദീസുകളൊക്കെ സനത് കൊണ്ടാണല്ലോ സ്വീകരിക്കുന്നത്, അതുകൊണ്ട് സനത് വേണതിനും മാത്രമല്ല ഇന്നമദ്ദീനു ബിൽ ഇസ്നാദ് ഔ ബിൽ ഇസ്നാദ് എന്നൊക്കെ ഓതിയിട്ട് തന്നെ ആ തിരികേശം എന്ന് പറഞ്ഞ് കൊടുത്ത സംഭവം, അത് നടന്ന സംഭവം ആ വേദിയിൽ വെച്ച് തന്നെ സനത് വേണമെന്ന് പ്രഖ്യാപിച്ചു. അപ്പൊ ആളുകൾക്കൊക്കെ മനസ്സിലായി അന്നാ സനത് വേണേക്കും, സനത് വായിച്ചും ചെയ്തല്ലോ. പിന്നെ നോക്കുമ്പോൾ പറഞ്ഞു അത് സനത് എന്നതിനെ പറയാൻ പറ്റൂല, അത് വായിച്ചത് നസബയായിരുന്നു. അപ്പൊ പിന്നെ ആ വായിച്ചത് പൊളിഞ്ഞല്ലോ. കാരണം ഈ വായിക്കുന്ന എന്താന്ന് മനസ്സിലായിട്ടില്ല. പിന്നെ വായിച്ച് കഴിഞ്ഞപ്പോഴാണ് യഥാർത്ഥത്തിൽ അത് ഇതാന്ന് മനസ്സിലായത്. ഇപ്പോ നോക്ക് നിങ്ങൾ എവിടെ എത്തി? സനത് ആവശ്യമില്ല എന്നാ പറയുന്നത്. ഇത് ഒരു നിഷ്പക്ഷമായി വിലയിരുത്തുമ്പോ സനത് ആവശ്യമില്ല എന്ന് ഇപ്പോൾ പറയുന്നത് എന്തുകൊണ്ടാന്നൊക്കെ മനസ്സിലായോ? അങ്ങനെ ഒരു സാധനം കിട്ടാത്തത് കൊണ്ട് തന്നെ, അതുകൊണ്ട് തന്നെയാണ്. അതിനെക്കുറിച്ച് ആഗ്രഹിക്കാത്തതും പറയാത്തതും കൊണ്ടൊന്നല്ല. ഇനി ഇപ്പൊ നിങ്ങൾ നോക്ക്, അവിടെ ഹൈക്കോടതിന്റെ കേസ് നടക്കുന്നു. അതേപോലെ തന്നെ ഇവിടെ നിന്നും വായിച്ചല്ലോ അല്ലെ, സനത് എന്ന് പറഞ്ഞിട്ട് വായിച്ചു. തരീഖത്തിന്റെ പകർത്തിയെടുത്തു എന്നല്ലേ നിങ്ങൾ പറഞ്ഞത്? എന്നാൽ ഞാനൊന്ന് വായിക്കട്ടെ, ഓരോരുത്തരുടെയും പേര് വായിക്കട്ടെ. അപ്പൊ ഒരാളാണോ നിങ്ങൾ ചിന്തിച്ചോളൂ. ഖാദിരിയ്യ തരീഖത്തിന്റെ സനദിൽ ഒന്നാമതായി വരുന്ന വ്യക്തി അസ്സൈഖുൽ ഫാദിൽ വലിയുല്ലാഹി മൂസാ മഹ്ദിൽ ജൗഹരിൽ ഫിർദൗസി. അതേസമയം ഷാ മുബാറക്കിന്റെ സനദിൽ വരുന്നതോ ഗുലാം അബ്ദുൽ ഖാദിർ ജീലാനി. ഇനി രണ്ടാമത്തത് സയ്യിദ് ഷാഹി ഇബ്രാഹിം ഹുസൈൻ തരീഖത്തുൽ ഖാദിരിയ്യ. അതേസമയം ഷാ മുബാറക്കിന്റേത് സയ്യിദ് അബ്ദുല്ലാഹിൽ ഖാദിരി. 3 ഷാഹ് മുഹമ്മദ് സജ്ജാദ്. അതേസമയത്ത് ഇപ്പുറത്ത് സയ്യിദ് അഹമ്മദുൽ ഖാദിരി. ഇപ്പുറത്ത് അതാ തരീഖത്തിൽ ഷാഹ് മുഹമ്മദ് ഹയ്യാത്ത് ഖദ്ദസല്ലാഹു സിർറഹു. ഇപ്പുറത്ത് നിസാമുദ്ദീനുൽ ഖാദിരി. ഇപ്പുറത്ത് സയ്യിദ് ഷാഹ് അമീൻ അഹമ്മദ്. അതിന്റെ നേരെ ഇപ്പുറത്ത് അതിന്റെ മറുവശത്ത് ഷാ മുബാറക്കിൽ വരുന്നത് ഇമാമുദ്ദീനുൽ ഖാദിരി. ഇനിയും അമീറുദ്ദീൻ എന്ന് പറയുന്ന ആൾ ഇപ്പുറത്ത് തരീഖത്തിൽ, അതിന്റെ നേരെ ഇപ്പുറത്ത് സൈഫുദ്ദീൻ. ആ വായിച്ചതിലൊന്നും അപ്പറഞ്ഞ ജാലിയവാലയുടെ പേര് പോലും വായിച്ചിട്ടില്ല. എന്തായാക്കിപ്പോ പിന്നെ അയോഗ്യനായോ? ചിന്തിക്കേണ്ട സംഗതിയാണ്. ഷെയർ മുബാറക്ക് കൊടുത്ത നേരെ ആളുടെ പേര് വായിക്കാൻ എന്താ പേടി? ഇതിന്റെ അപ്പുറത്തുള്ള ആളാരാ? ഗുലാം അബ്ദുൽ ഖാദിർ ജീലാനി. ജീവിതത്തിൽ ആകെ അയാളെ കണ്ടിട്ടുള്ള തോട്ടുമുഖം സഖാഫി മാത്രമായിരിക്കും ഞാൻ മനസ്സിലാക്കുക. കാരണം ഇയാൾ പേരോടത്തിന് എന്താ പറഞ്ഞ് അരിയവാലനെ കണ്ടിട്ടില്ലല്ലോ. ബോംബെയിലേക്ക് എന്തിനാ പോയതെന്ന് ചോദിച്ചു. ബോംബെയിലേക്ക് പോകണേന് എന്തിനാ? ഇത് തിരികേശമാണെന്ന് ഇയാൾക്ക് ഉറപ്പുണ്ടെങ്കിൽ പിന്നെ ബോംബെയിലേക്ക് പോയാൽ അതിനെ ആശീർവദിക്കല്ലേ വേണ്ടത്? അവിടെ ഉള്ളതും തിരികേശം തന്നെയല്ലേ.
അപ്പൊ ആദ്യത് വിശ്വസിക്കാത്ത ആളാരാ? അത് പേരോട് അബ്ദുറഹ്മാൻ സഖാഫിയാണ്. അതോ ഒന്നാമത്തെ പൊന്മളെ? അത് രണ്ടും ഏതാ നിങ്ങൾ ചിന്തിച്ചാൽ മതി. അത്രേ ഉള്ളൂ. അത് വെറുതെ പറയുന്നല്ല. ഈ 4.5 മണിക്കൂറിൽ ജിഷാൻ ഒരു കർശനമായ ചോദ്യം ചോദിക്കുന്നുണ്ട്. പേരോടിനോട് ഡയറക്റ്റ് ചോദിക്കുന്നുണ്ട്, മർക്കസിലുള്ള കേശം നിബിതങ്ങളുടേതാണ് എന്ന് നിങ്ങൾക്ക് വാദമുണ്ടോ? എന്താ പറയേണ്ടത്? നിങ്ങൾ പ്രതീക്ഷിക്കുന്ന മറുപടി എന്തായിരിക്കും? അതേതല്ലേ പറയേണ്ടത്? ആണെന്ന് പറയണ്ടേ? കാരണം പറയുന്നത് ആരാ? പേരോട് അബ്ദുറഹ്മാൻ സഖാഫിയല്ലേ. അയാൾ പറഞ്ഞു അല്ലാന്ന് ഞാൻ പറയൂല. മനസ്സിലായില്ല? അല്ലാന്ന് ഞാൻ പറയില്ല. അപ്പൊ ഇവനല്ലേ ആള് വളഞ്ഞ സാധനമാണല്ലോ. ഓന്റെ അടുത്ത് ചോദ്യം, അംഗീകരിക്കുന്നുണ്ടോ? അതാണ് നിങ്ങൾക്ക് വാദമുണ്ടോ? ആണെന്ന് വാദം പറയുന്നില്ല. അവസാനം മുമ്പ് പറഞ്ഞു ആണെങ്കിലും അല്ലെങ്കിലും ഞാൻ ആദരിക്കുന്നു പറഞ്ഞാണ് പോയി. വാലിന്റെ കൊടുത്ത മുടി തങ്ങളുടെ ഷെയർ മുബാറക്ക് പേരോട് വിശ്വസിക്കുന്നുണ്ടോ? വിശ്വസിക്കുന്നുണ്ടോ? ഞാൻ പറഞ്ഞില്ല, ഞാൻ ഷെയർ മുബാറക്കല്ലാന്ന് പറഞ്ഞില്ല. അല്ലാന്ന് പറയില്ല അല്ലേ? അപ്പൊ അംഗീകരിക്കുന്നുണ്ട്. അംഗീകരിക്കുന്നോ തള്ളുന്നോ അത് തൽക്കാലം ഇപ്പൊ കൽപ്പനയാൻ വേണ്ടി പറയാം. പറഞ്ഞത് ഞാൻ പറയില്ല. ഞാൻ അത് നബിസല്ലല്ലാഹുവിന്റെ മുടി അല്ല എന്ന് ഞാൻ ആണെന്ന് പറയാം. ആണെന്ന് പറയാം. അത് നബിസല്ലല്ലാഹുവിന്റെ മുടി ആരും ആയില്ലെങ്കിലും നിങ്ങളറിയണം. ഞാൻ പറയുന്നത് ഈ വിവാദം മുഴുവൻ ഉണ്ടാക്കിയിട്ട് ഈ പറഞ്ഞ പണിയൊക്കെ ചെയ്താൽ പിന്നെ അതിൽ വിശ്വസിക്കണം എന്ന് പറഞ്ഞാൽ ആളുകളെ കിട്ടുമോ? അവിടെയാണ് ഇതിന്റെ സംഭവം ഇരിക്കുന്നത്. ഇതെല്ലാം ഉണ്ടാക്കിയതാണ്. ഓരോന്ന് പറഞ്ഞാൽ ആക്കോട് പരിപാടിയും അതേപോലെ എല്ലാം ഉണ്ടാക്കി ചെയ്യിപ്പിച്ച് സമൂഹത്തെ കൊണ്ട് അത് ആദരിപ്പിച്ച് പിന്നെ അവർക്ക് സംഘടന ആവശ്യം കഴിഞ്ഞു എന്ന് കണ്ടാൽ അത് വലിച്ചെറിഞ്ഞിട്ട് എന്തിനാണ് അത് ചെയ്തത്? സംഘടന പറഞ്ഞിരുന്നോ? സംഘടന ഇപ്പം എല്ലാം പറയാൻ പറ്റും. നിങ്ങൾ ആലോചിച്ച് നോക്ക്. ഒരു മുസാഫ് നിലത്ത് വീണാൽ നമ്മൾ എന്ത് ചെയ്യേണ്ടി? അടുത്ത മീറ്റിംഗ് കൂടിയിട്ട് തീരുമാനിക്കല എടുത്തേക്കണമെന്ന്. അല്ല, ഇത് തിരികേശമാണെന്ന് വിശ്വസിക്കുന്ന ഒരാളാണെങ്കിൽ അത് വാങ്ങുന്നതിന് എന്താ കുഴപ്പം? അപ്പൊ മൂപ്പർക്ക് വിശ്വാസമില്ല. എന്നിട്ട് ലാസ്റ്റ് പൂനൂരിൽ വന്ന വാഴ നിങ്ങൾ കേട്ടില്ലേ? ബറക്കത്തുള്ള വസ്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടേതാണെന്ന് പറഞ്ഞൊരാൾ തന്നാൽ ആ തരുന്ന വ്യക്തി ഒരു മഹാനല്ലെങ്കിൽ പോലും അത് ബറക്കത്തിന് വേണ്ടി അംഗീകരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന സ്വഭാവമാണ് മുൻഗാമികൾക്കുള്ളത് എന്നത് ബോധ്യപ്പെടുത്താൻ വേണ്ടി ഈ ഇബാറത്ത് വായിച്ച് ഞാൻ എന്റെ വാക്ക് നിർത്തട്ടെ. أو بالخشبة أو بالشيء الذي لعل قيمته لا تكون إلا درهما أو نحوه فيقول إن هذا كان للنبي صلى الله عليه وسلم. എന്താ പറഞ്ഞതെന്നറിയോ? ശരിക്കും നിങ്ങൾ മനസ്സിലാക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടേതാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു നയാകാശ് വിലക്കില്ലാത്ത അല്ലെങ്കിൽ ഒരു ഉറുപ്പിക മാത്രം വിലക്ക് വരുന്ന വസ്തു ഒരാളെന്റെ കയ്യിൽ കൊണ്ടെത്തരുന്നു. ആ കൊണ്ടെത്തരുന്ന വ്യക്തി നിങ്ങൾ മനസ്സിലാക്കണം, أو قد وضع يده عليه أو سرب فيه أو مسه وما هو عندي بثقة ولا دليل على صدق الرجل. എന്നെ സംബന്ധിച്ചിടത്തോളം തരുന്നവൻ വിശ്വസ്തനല്ലാഞ്ഞിട്ട് പോലും അയാൾ സത്യമേ പറയുന്നേ കുറപ്പില്ലാഞ്ഞിട്ട് പോലും ഒരു റുപ്പിയക്കില്ലാത്ത സാധനം 1000 സ്വർണ്ണ നാണയം കൊടുത്ത് ഞാൻ വാങ്ങാറുണ്ട്. അതിൽ കൂടുതലും കുറച്ചും കൊടുത്ത് വാങ്ങാറുണ്ട്. എന്നിട്ട് ഞാൻ എന്റെ മുഖത്തും കണ്ണിനും വെക്കാറുണ്ട്. ഞാൻ അതിലേക്ക് നോക്കി ബറക്കത്തെടുക്കാറുണ്ട്. ഏത് ഫാസിക്ക് തന്നാലും അത് വാങ്ങി വെക്കണം. ആര് പറഞ്ഞാലും വാങ്ങി വെക്കണം. എങ്ങനെ വാങ്ങി വെക്കാതിരിക്കും? അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ മൂപ്പര് പറയാണ്, ജിഷാൻ അവിടുന്ന് കൊണ്ടുവന്നപ്പോ ഞാൻ വാങ്ങി വെച്ചിട്ടില്ല. അപ്പൊ അതെന്താ സംഭവം? ജിഷാൻ പറഞ്ഞു ഞാൻ എവിടുന്നാ കൊണ്ടുവന്നത്, ഞാൻ വാങ്ങി വെച്ചിട്ടില്ല എന്ന് പറഞ്ഞു. ഞാൻ വാങ്ങി വെച്ചിട്ടില്ല എന്ന് പറഞ്ഞപ്പോൾ അയാൾ പുതിയൊരു മറുപടി. എന്താ? ഈ പറഞ്ഞ ആളുണ്ടല്ലോ, പറഞ്ഞ ആളാരത്? ജിഷാൻ. ഈ പറഞ്ഞ ആൾക്ക് ഇത് തിരികേശാന്ന് വിശ്വാസമില്ല, അതുകൊണ്ടാണ് ഞാൻ വാങ്ങി വെക്കാത്തത്. പറഞ്ഞാക്കുണ്ടാവണമെന്നുണ്ടോ? ഈ കേൾക്കണ വ്യക്തിക്കുണ്ടായ പോരെ വാങ്ങി വെക്കണ്ടേ? ഞാൻ ചോദിക്കട്ടെ, ഒരു കണാരൻ അല്ലെങ്കിൽ ഒരു യുക്തിവാദി ഒരു മുസാഫുമായിട്ട് വന്നു, അയാൾക്കത് ഖുർആനാന്നൊന്നും വിശ്വാസമൊന്നുമില്ല. അയാൾ നമ്മളോട് പറയാണ്, നിങ്ങളുടെ ഖുർആനല്ലേ, നിങ്ങൾ എടുത്തു വെച്ചോന്ന് പറഞ്ഞാൽ അത് കൊണ്ടുവന്ന നിനക്ക് വിശ്വാസമില്ലാത്തതുകൊണ്ട് ഞാൻ വാങ്ങൂലെന്ന് അറിയില്ല. അങ്ങനെയുണ്ടോ? അപ്പൊ ഈ പൊട്ടത്തരം പറഞ്ഞ് സമൂഹത്തെ
അതങ്ങനെ തന്നെ പറയാൻ പറ്റുള്ളൂ. സക്കരിയയുടെ ഭാഷ തന്നെ അതിന് ഏറ്റവും നല്ലത്. അപ്പൊ ചുരുക്കത്തിൽ ഞാൻ പറഞ്ഞു വന്നത്, ഈ വിഷയത്തിൽ ഇതിന്റെ ഒന്നാം പ്രതി ആരാന്ന് ചോദിച്ചാൽ പേരോട് അബ്ദുറഹ്മാൻ സഖാഫിയാണ്. കാരണം മുമ്പ് പറഞ്ഞിട്ട് ആലോചിക്കപ്പോ എന്താ പറഞ്ഞത്, അതാണ് അതിന്റെ പ്രശ്നം. അതെല്ലാ സ്ഥലത്തും അങ്ങനെ തന്നെയാണ്. ഓരോന്നും അങ്ങോട്ട് ഫത്വ കൊടുക്കും, പിന്നെ ആളുകൾ ചോദിക്കുമ്പോ അത് ഞാനൊന്ന് ചിന്തിക്കട്ടെ. അതുകൊണ്ടാണല്ലോ പിന്നെ നമ്മളെ തുർക്കിയും മനസ്സിലാവാതെ പോയത്. പല വിഷയങ്ങളുണ്ട്, ഞാൻ ഇതിലേക്ക് ഇപ്പൊ കിടക്കുന്നില്ല. അപ്പൊ എന്തുകൊണ്ട് ഇത് സംഭവിച്ചു എന്ന് ചോദിച്ചാൽ, ഞാൻ കൃത്യമായി പറയുന്നു, ഈ വിഷയത്തിൽ പിന്നെ വിശ്വസിക്കാൻ പറ്റിയ ആൾക്ക് കിട്ടിയാൽ വിശ്വസിക്കാന്നാണല്ലോ പറഞ്ഞത്. വിശ്വസിക്കാൻ പറ്റിയ ആൾക്ക് കിട്ടിയാൽ എന്ന് പറഞ്ഞാൽ തന്നെ സംഗതി കഴിഞ്ഞ്. കാരണം എന്താണ്, ഇപ്പോ പേരോട് അബ്ദുറഹ്മാൻ സഖാഫി പറഞ്ഞല്ലോ, ഞങ്ങൾ അങ്ങേക്ക് വേണ്ടിയാണ് ജീവിക്കുന്നത്, അങ്ങേക്കൊന്നും സംഭവിക്കൂല എന്നൊക്കെ പറഞ്ഞല്ലോ. അങ്ങേക്കൊന്നും സംഭവിക്കൂല എന്ന് പറയുമ്പോ തന്നെ എന്തൊക്കെയോ സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളൊരു ധ്വനി അതിലുണ്ട്. അതവിടെ ഇരിക്കട്ടെ. ഞാൻ പറഞ്ഞു വരുന്നത്, നിങ്ങൾ നോക്ക്, ഇപ്പോ കളവുകളുടെയും അതുപോലെ പല രൂപത്തിലുള്ള നുണകൾ മാത്രം പറഞ്ഞ് പരിചയമുണ്ട് എന്ന് നമ്മൾ അനുഭവിക്കുന്ന ഒരു സംഗതി. മൂപ്പര് വന്ന് പറയുമ്പോൾ പിന്നെ നമ്മളതിനെ അംഗീകരിക്കണം എന്ന് പറഞ്ഞാൽ, ഒരു SKSF-കാരൻ അത് വെച്ച് അത് അംഗീകരിക്കുന്നില്ല എന്ന് പറയുമ്പോൾ പിന്നെ ഇവരെ കുറ്റം പറയാൻ പറ്റുമോ? നിങ്ങൾ ആലോചിച്ച് നോക്ക്. ഞാനൊരു ദിവസം ഈ വിവാദം നടന്നതിന് ശേഷം എന്നോട് പറഞ്ഞു, ഒരു ദിവസം രാമന്തലിയെ ഞാൻ ജീവിതത്തിൽ കണ്ടിട്ടില്ല. ഹസൻ സഖാഫിക്കറിയാം കാന്തപുരവും രാമന്തളിയും തമ്മിലുള്ള ബന്ധം എന്താണ്, നിങ്ങൾ മനസ്സിലാക്കണം. അപ്പൊ അന്ന് ഇപ്പൊ പുതിയൊരാൾ പറഞ്ഞു, നൂറിനെ സംബന്ധിച്ച് പറഞ്ഞില്ലേ, കുറ്റിപ്പുറം അറിയില്ല എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറയുന്നത്, ഇത് വളരെ വിശദമായി നമ്മൾ പഠനം നടത്തുമ്പോ സമസ്തയുടെ നിലപാടിലേക്ക് ആളുകൾ എത്തിപ്പോവുകയാണ്. കാരണം ഇതിനെക്കുറിച്ച് മനസ്സിലാക്കി അവസാനം നിങ്ങൾ നോക്കും, ഇതും കൂടി വായിച്ചാൽ അത് കഥ പൂർത്തിയാവും. ഞാൻ കൂടുതൽ പറയേണ്ടി വരും തോന്നുന്നില്ല. കാരണം നിങ്ങൾ ആലോചിച്ച് നോക്ക്, നമ്മൾ ഓരോ വിഷയത്തിലും പഠനം നടത്തുമ്പോൾ അതിന്റെ വിശ്വാസ്യതയും കാര്യവുമാണ് ഇവിടെ ഏറ്റവും പ്രശ്നമായി വരുന്നതെങ്കിൽ, ഇതൊക്കെ ഈ പരസ്പര വൈരുദ്ധ്യങ്ങളും കാര്യങ്ങളും നിറയുമ്പോൾ ആ ഒരു നിലപാടിലേക്ക് നമ്മൾ ചെന്നെത്തുകയാണ്. നോക്കൂ നിങ്ങൾ, ഇതിപ്പോ ഏറ്റവും ലേറ്റസ്റ്റ് അല്ല മാതൃഭൂമി ആഴ്ചപ്പതിപ്പ്. ഇതിൽ ലേഖനത്തിൽ വളരെ കൃത്യമായി തന്നെ പറയുന്ന കാര്യങ്ങൾ മാത്രം മറന്നാൽ മതി. അന്ന് SKSF പറഞ്ഞത് ശരിയാണെന്ന് ഇപ്പൊ മനസ്സിലാവും. കാരണം നിങ്ങൾ ആലോചിച്ച് നോക്ക്, സാമ്പത്തിക ചൂഷണം എന്ന് പറയുന്ന ഒരു സംഗതി, അത് എന്തിന്റെ പേരിലായാലും, അവിടെ ഞാൻ ഒന്നുകൂടി പറയാണ്, AP വിഭാഗം നടത്തുന്ന സ്ഥാപനങ്ങൾ പലതും അതിന്റെ കണക്കുകൾ പോലും പരിശോധിക്കപ്പെടാൻ അനുവദിക്കാത്ത രൂപത്തിലാണ് പലതും പോകുന്നത്. കോഴിക്കോട് ജില്ലയിൽ കമ്മിറ്റിയിൽ ഏതോ ഒരാൾ കണക്ക് ചോദിച്ചതിന് അയാളെ കമ്മിറ്റിയിൽ നിന്ന് പുറത്താക്കിയതാണ്. കമ്മിറ്റി എന്ന് പറഞ്ഞാൽ തന്നെ അതിനല്ലേ കണക്ക് നോക്കാന്നില്ല. അത് ഇൻഷാ അല്ലാഹ് അതിന്റെ ആളുകൾ ഒന്ന് പറയും, ഞാൻ അതിലേക്ക് ഇപ്പൊ പോകുന്നില്ല. ഞാൻ പറയുന്നത്, അപ്പോ ഇതിൽ നിന്ന് ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാൻ ഇങ്ങനെ ചോദിക്കാം, ഇയാളോട് ചോദിക്കണം. അങ്ങനെയാണെങ്കിൽ തിരികേശ വിവാദത്തിലേക്ക് താങ്കൾ പോകാൻ പാടില്ലായിരുന്നല്ലോ, നേരത്തെ നടന്ന ഒരു ചോദ്യത്തിന്റെ ബാക്കിയിലായി. അപ്പൊ മറുപടി, ഞങ്ങൾ ഒരു വിവാദത്തിലേക്കും പോയിട്ടില്ലല്ലോ, ഞങ്ങൾ ഇവിടെ മർക്കസ് ഉണ്ടാക്കി പ്രവർത്തിക്കുന്നവരാണ്. മർക്കസ് കൊത്തിക്കോരി കളയേണ്ടതാണെന്ന് ആരെങ്കിലും പ്രസംഗിച്ചാൽ ഞങ്ങൾക്ക് മറുപടി പറയാതിരിക്കാൻ കഴിയുമോ? പ്രവാചകന്റെ കേശം എന്നത് വെറും നാടൻ കേശമല്ല, അത് തിരികേശം തന്നെയാണ്. അത് ഞങ്ങൾ ഇവിടെ കൊണ്ടുവന്ന് സൂക്ഷിച്ചു എന്നല്ലാതെ ഞങ്ങൾ ആരെയും ഒന്നിനും നിർബന്ധിച്ചിട്ടില്ല. ഇനി പറയുന്ന ഭാഗമാണ് ശ്രദ്ധിക്കേണ്ടത്. നോട്ടീസ് അടിക്കുകയോ പ്രചാരണം നടത്തുകയോ ചെയ്തിട്ടില്ല. ഒരു കൂട്ടർ തിരികേശത്തെ തള്ളിപ്പറഞ്ഞപ്പോൾ മറുപടി പറയാൻ ഞങ്ങൾ നിർബന്ധിതരായതാണ്. അതായത് തിരികേശം വെച്ച് ഞങ്ങൾ നോട്ടീസ് അടിച്ചിട്ടില്ല, പ്രചരണം നടത്തിയിട്ടില്ല എന്നാണ്. സിറാജിൽ വലുതാക്കി കൊടുത്തിട്ടുണ്ടാവുള്ളൂ, പിന്നെ നോട്ടീസ് ഉണ്ടാവില്ല. അപ്പൊ ഇതിന്റെ പേരിൽ ഒരു പ്രചരണവും നടത്തിയിട്ടില്ലെന്നാണ് ഏറ്റവും ലേറ്റസ്റ്റ് കാര്യത്തിൽ പോലും പറയുന്നത്. എന്ന് മാത്രമല്ല, പിന്നെ പറയാണ്, തിരികേശത്തിന്റെ പേരിൽ ഒരു പിരിവും ഞങ്ങൾ നടത്തിയിട്ടില്ല. പള്ളി ഉണ്ടാക്കാൻ ഇതിന്റെ ഒന്നും ആവശ്യമില്ല, പള്ളി ഉണ്ടാക്കാൻ അതിന്റെ ആവശ്യമില്ല. അപ്പോ ഈ പത്രക്കാരന്റെ ചോദ്യം, തിരികേശ പള്ളി എന്ന ഒരു ആശയം ഇല്ലെന്നാണോ? തിരികേശ പള്ളി എന്ന ഒരു ആശയം ഇല്ലെന്നാണോ? അപ്പൊ മറുപടി, അങ്ങനെ ഒരു പള്ളിയില്ല. പള്ളികൾ പലതും ഉണ്ടാവും, അതിൽ ഏതെങ്കിലും ഒന്നിൽ തിരികേശം സൂക്ഷിച്ചു എന്ന് വരാം, അത് ഉറപ്പില്ല. നിങ്ങൾ ആലോചിച്ച് നോക്ക്. എന്നാ പിന്നെ ആ മർക്കസിലില്ല ഒരു പള്ളി, മസ്ജിദുൽ ഹാമിലി, അവിടെ വെച്ചാൽ പോരേത്. അപ്പൊ ഈ വിഷയം വളരെ കൃത്യമായി ഞാൻ പറയുന്നു. ഞങ്ങളത് പറയാൻ കാരണം, എത്രയോ സ്ഥലത്ത് നിങ്ങൾക്കറിയാലോ ഇതിന്റെ കൂപ്പൺ, ഞങ്ങളൊക്കെ പ്രസംഗിക്കത്തിന് പോകുമ്പോ തന്നെ കൂപ്പണായിട്ടാ പോലും. കാരണം എന്താ, അവിടുന്ന് ആരെങ്കിലും സ്പെഷ്യലായിട്ട് പെട്ടെന്ന് വേണ്ടി വന്നാൽ അപ്പൊ തന്നെ കൊടുക്കേണ്ടി വരുമോ എന്ന് കരുതിയിട്ട്
അത് ഇഷ്ടം പോലെ ഉണ്ടാവും. ഇപ്പൊ പറയാണ് ഞങ്ങൾ അങ്ങനെ ഒരു തിരികേശ പള്ളി എന്ന് ഉദ്ദേശിച്ചിട്ടില്ല, ഏതെങ്കിലും ഒരു പള്ളി അപ്പള്ളിയിൽ എവിടെയെങ്കിലും ഇത് കൊണ്ടുപോയി വെക്കുന്നതാണ്. അങ്ങനെയാണെങ്കിൽ പിന്നെ എന്തിനീ സമൂഹത്തോട് ഇത് പറഞ്ഞു? ഇത് സമൂഹം വായിക്കുന്നവരല്ലേ. അപ്പോ ഓരോ വിഷയത്തിലും നമ്മൾ ആലോചിച്ച് നോക്കുമ്പോൾ സനത് തൊട്ട് ഇതിന്റെ ഓരോ കാര്യങ്ങളും നമ്മൾ പരിശോധിക്കുമ്പോൾ മനസ്സിലാവും. ഇനി ഞാൻ അവിടെ ഒന്നുകൂടി പറയാം. ഇപ്പോ കോഴിക്കോട്ടെ പ്രസംഗത്തിൽ രാമന്തലിയെ വിമർശിച്ചു. അവിടെ പറഞ്ഞ വിഷയം പൊന്മള അബ്ദുൽ ഖാദർ മുസ്ലിയാര് തിരികേശത്തിനെതിരായിരുന്നില്ല, അദ്ദേഹം തിരികേശത്തിന്റെ അനുകൂലിയായിരുന്നു, അദ്ദേഹത്തിന്റെ ക്ലിപ്പ് കട്ട് ചെയ്യുകയാണ് ചെയ്തതെന്നാണ്. എത്ര ക്ലിപ്പാ കട്ട് ചെയ്യുക? നിങ്ങൾ ആലോചിച്ച് 1, 2, 3, 4, 5 ആണോ അത്? ഇനി ഞാൻ അവിടെ ആരും അറിയാത്തൊരു സത്യം കൂടി പറഞ്ഞുതരാം. ഞാൻ വളരെ ശക്തമായി ഇതിന് പ്രസംഗിച്ചുകൊണ്ട് നടക്കുമ്പോൾ ജിഷാൻ എന്നെ ബന്ധപ്പെട്ടു. ഞാൻ അവനോട് ശക്തമായി എതിർത്തപ്പോ ഞാൻ ചോദിച്ചൊരു ചോദ്യമുണ്ടായിരുന്നു, ഇത് തിരികേശമല്ല എന്ന് നീ പറഞ്ഞിട്ട് കാര്യമില്ല, നമ്മുടെ ഭാഗത്തുള്ള ഏതെങ്കിലും ഒരു പണ്ഡിതനെ കൊണ്ട് നിന്റെ വാദത്തെ ഒന്ന് അംഗീകരിപ്പിക്കാൻ എനിക്ക് കഴിയുമോ എന്ന് ചോദിച്ചു. അതുകൊണ്ട് അതിനെന്താ, നമ്മളെ പൊന്മള ഉസ്താദില്ലേ, അവിടെ തന്നെ പോകണം. അങ്ങനെ പൊന്മള ഉസ്താദിന്റെ അടുത്തേക്ക് എന്ന് പറഞ്ഞ് ജിഷാനാണ് എന്നെ അക്കാലത്ത് പൊന്മലയുടെ സമീപത്ത് എത്തിക്കുന്നത്. മാത്രമല്ല ഷറഫുദ്ദീൻ എന്ന് പറയുന്ന ഗ്ലോബൽ വോയിസിന്റെ ഒരു അഡ്മിനായൊരു ചങ്ങാതി, മഞ്ചാടി എന്ന പേരിൽ വരുന്ന പൊന്മളയുടെ ശിഷ്യനാണ്, സൗദിയിലാണ്. അദ്ദേഹം നേരിട്ട് വിളിച്ചു പറഞ്ഞു, ഹസ്തനി വരുന്നുണ്ട്, നിങ്ങൾ കാര്യങ്ങളൊക്കെ ഒന്ന് വിശദീകരിച്ചു കൊടുക്കണം. അങ്ങനെ ഞാൻ പോയി അദ്ദേഹത്തിന്റെ വീട്ടിൽ ചെന്ന് നമ്മൾ സംസാരിച്ചപ്പോ ക്ലിയറായി എന്നോട് പറഞ്ഞതാ, ജാലിയ വാലിയെ വിശ്വസിക്കാൻ പറ്റില്ല, ഒരു കള്ളുകുടിയനെ നമ്മളെങ്ങനെ വിശ്വസിക്കും, അതുകൊണ്ട് വിശ്വസിക്കാൻ പറ്റില്ല, അത് തെറ്റാണ് എന്ന് ഒരു ക്ലിപ്പിന്റെയും ആവശ്യമില്ലാതെ എന്നോട് പറഞ്ഞതാണ്. ഞാൻ നിഷേധിക്കട്ടെ, അപ്പൊ നോക്കാം ക്ലിപ്പുണ്ടോ അല്ലേ. ഇപ്പൊ ഞാൻ അതിലേക്ക് പോകുന്നില്ല. ഇനി അത് നിഷേധിക്കുകയാണെങ്കിൽ അപ്പൊ നമുക്ക് നോക്കാം. എന്നിട്ട് ഒരുപാട് സംസാരിച്ചപ്പോ അദ്ദേഹം പറഞ്ഞ സംഗതി അതാ, വേണമെങ്കിൽ നമ്മളത് അല്ല എന്ന് പറയാൻ പോണ്ട, എന്നാലും ആണ് എന്ന് പറഞ്ഞ് അതിന്റെ പിന്നാലെ പോണ്ട എന്നോട് പറഞ്ഞു. അപ്പൊ ഞാൻ ചോദിച്ചല്ലോ ഉസ്താദ്, നിങ്ങളെന്നല്ലേ അന്ന് പിന്നെ വാർത്താ സമ്മേളനം, അതാളപ്പോ പറഞ്ഞു, വാർത്താ സമ്മേളനത്തിൽ കാന്തപുരത്തിന്റെ കൂടെ ഞാനും ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ ചോദിച്ചപ്പോ പറഞ്ഞത് അത് പിന്നെ വലിച്ചുകൊണ്ടതാണ്. അന്നത്തെ മറുപടി അങ്ങനെയാ പറഞ്ഞു, അത് നിർബന്ധിപ്പിച്ച് നമ്മളെ കൊണ്ടുപോയതാണ്, അല്ലാതെ എന്തല്ല, അത് നമ്മൾ മനസ്സറിഞ്ഞിട്ട് പോകുന്നത്. അപ്പൊ ഇത് നിങ്ങൾ ആലോചിച്ച് നോക്ക്, ഇതെല്ലാം ഒരു കാപ്പറ്റത്തിന്റെ സ്വഭാവം നമ്മൾ ഇങ്ങനെ നേരിൽ കാണുകയാണ്, അവിടെയൊക്കെ കാണാം. എന്നിട്ട് ഇതെല്ലാം അതിൽ ഒരു ക്ലിപ്പ് ഞാൻ വളരെ പ്രധാനമായി അവിടെ പ്രത്യേകം എടുത്തു പറയുകയാണ്. ഇഷാനോടുള്ള സംഭാഷണത്തിൽ തന്നെ പറയുന്നുണ്ട്, ജാലിയവാലയെ വിശ്വസിക്കാൻ പറ്റില്ല, ഒരു കള്ളു കുടിച്ചാണ് എങ്ങനെ വിശ്വസിക്കുമോ, നമുക്ക് കഴിയില്ലല്ലോ. നിങ്ങള് പിന്നെ കുറെ ആൾക്കാർ എന്ത് ചെയ്തു അത് എന്നിട്ട് പറഞ്ഞിട്ട് അള്ളാഹുവിന്റെ ഔലിയാക്കളിൽപ്പെട്ട ആളാണ് ജാലിവാല നിങ്ങൾ പറഞ്ഞാന് അങ്ങനെ പറഞ്ഞില്ല എന്നാ തോന്നുന്നത്. അല്ല അത് അച്ഛനെ ആരോ തെറ്റിദ്ധരിപ്പിച്ച, മൂപ്പര് വിഷയം അറിയില്ലായിരുന്നു, അത് മൂപ്പര് അങ്ങനെ ആ നിലക്ക് പറഞ്ഞു. അംജദിയൊക്കെ അപ്പൊ ഞാൻ പറഞ്ഞു പറയാ നിലക്ക് പിന്നെ അയാളിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടു ഇവരിക്കെന്ന് കണ്ടപ്പോ. അപ്പൊ അയാൾ പറഞ്ഞു പിന്നെ അതുകൊണ്ട് ഇപ്പൊ ഇത് തെറ്റായിക്കൊള്ളുന്നുണ്ടോ? അപ്പൊ ഞാൻ പറഞ്ഞു അത് തെറ്റായിക്കൊള്ളുന്നില്ലെങ്കിലും ഒരാളിയിലുള്ള വിശ്വാസം തന്നെ അയാളിന്റെ ഒരു മൊത്തത്തിലുള്ള ഏതൊക്കെ നോക്കിയിട്ടല്ലേ അയാൾ അങ്ങനെ ഇങ്ങനെയൊക്കെയാണ് വിശ്വാസം. ഞാൻ പറഞ്ഞു ഞാൻ കള്ളും കുടിക്കുന്ന ആളാണ് ഇന്ന് വിശ്വാസം ഉണ്ടാവും. അപ്പൊ ഒരു തെറ്റായതൊക്കെ ചെയ്യുന്ന ഒരാള് എന്നൊക്കെ വരുമ്പോ അയാൾ പറഞ്ഞ് വിശ്വസിക്കും. ഒന്ന് രണ്ടാമത്തെ അയാൾക്ക് കുഞ്ഞാവിലുള്ള എല്ലാവരും കൂടി അയാൾ കിട്ടി, എങ്ങനെയല്ല കൂടി അയാൾ കിട്ടി. അതൊക്കെയാണ് ഉസ്താദ് അറിയാത്തൊരു പുതിയ കഥയും കൂടി ഇടയിൽ നടന്നിന്. അതായത് ഹദ്റജിയാണെങ്കിൽ അതിന്റെ ഏട്ടനുമാണ് ഈ വിഷയത്തില്. അപ്പൊ അതുകൊണ്ട് രണ്ടാളെയും വിശ്വസിക്കാൻ പറ്റാത്തത് കൊണ്ട് നമ്മളെങ്ങനെ അത് ഉറപ്പിക്കും എന്ന് തന്നെ പറയുന്നുണ്ട്. അത് 1, 2, 3, 4 എന്നല്ല, ഒരുപാടുണ്ട്. ഇതൊക്കെ പറഞ്ഞാളെ പിന്നെ അവിടെ ക്ലിപ്പ് തട്ടിപ്പ് എന്ന് പറഞ്ഞ് വിശദീകരിക്കുകയാണ്. അത് പേരോട് ചെയ്തത് സങ്കടമില്ല, മലപ്പുറത്ത് വന്നിട്ടാണല്ലോ പിന്നെ കാന്തപുരം അതിന് സർട്ടിഫിക്കറ്റ് കൊടുക്കുകയും അതങ്ങനെ തന്നെയാണെന്ന് സമർത്ഥിക്കുകയും ചെയ്തു. ഇവിടെ നിങ്ങൾ ആലോചിച്ച് നോക്ക്, സത്യത്തിൽ കേസ് പറഞ്ഞ ആള് പ്രതിയും കേസിൽ പെട്ട ആള് നേതാവുമായി പോയി. ഇതല്ലേ സംഭവിച്ചത്? ഇത് നമ്മൾ ആരാണ് ഈ സമൂഹം? ഞങ്ങൾക്ക് വഴുതു പറഞ്ഞു തന്നിരുന്നത് അതാ ശുറൈഹുൽ ഖാദിയുടെ സംഭവം അല്ലേ? സ്വന്തം തൊപ്പി കള്ളൻ കട്ടുകൊണ്ട് ജൂതനായ ഒരാൾ കൊണ്ടുപോയി. അലീതങ്ങളെ സംഭവം നമുക്ക് അറിയാലോ. ഭരണാധികാരിയായിരുന്നു അലീതങ്ങൾ, പ്രസിഡന്റ് അല്ല, അന്നത്തെ ഭരണാധികാരി.
ഏതെങ്കിലും ഒരു സംഘടനയുടെ പ്രസിഡന്റ് അല്ല. ആ ഭരണാധികാരിയുടെ തൊപ്പി ജൂതന്റെ കയ്യിലാണ്. സുറൈഹുൽ ഖാദി പരാതിയുമായി അലി തങ്ങൾ വന്നപ്പോ എന്താ ചോദിച്ച്? തൊപ്പി അയാളുടെ കൈവശത്തിലാണ്, നിങ്ങളുടേതാണെന്നതിന് സാക്ഷി വേണം. സാക്ഷി ആരാ? അവ പറഞ്ഞു, സാക്ഷി എന്റെ 2 മക്കളാ, ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമാ. സുറൈഹുൽ ഖാദി പറഞ്ഞു, വാപ്പക്ക് സ്വന്തം മക്കൾ സാക്ഷി എന്നാ പറ്റൂല, വേറെ വല്ല സാക്ഷിയുണ്ടോ? ഭരണാധികാരിയോടാ പറഞ്ഞത്. അപ്പൊ അലി തങ്ങൾ പറഞ്ഞു, എനിക്ക് സാക്ഷി വേറെ ഇല്ല, എങ്കിൽ തൊപ്പി അയാളതാണെന്ന് വിധിക്കണം. ന്യായം കൊണ്ടാ കോടതി വിധിച്ചത്. അപ്പോ അപ്പുറത്തെ ജൂതൻ അയാൾ എഴുന്നേറ്റ് പറഞ്ഞു, ആ തൊപ്പി അലി തങ്ങളുടെ തന്നെയാണ് എന്നുള്ളതിന് വേറൊരു സാക്ഷി കൂടി ഉണ്ട്. അതാരാ? അത് ഞാൻ തന്നെയാണ് എന്നാണ്. അത് കാരണം അവിടെ നീതി നടപ്പാക്കുകയായിരുന്നു. ഇത് നിങ്ങൾ നോക്ക്, പ്രസിഡന്റിനെന്നും പറയാം, സെക്രട്ടറിക്കെന്നും പറയാം. മറ്റേ ആളൊരു ഹദ്ദാദി എല്ലിയാൽ ഓം വ്യാജൻ. നമ്മൾ സംഘടനാ സെറ്റപ്പിൽ ഇരിക്കുന്ന ആളാ, നമ്മൾ എന്ത് ചെയ്താലും ഇവിടെ കുഴപ്പമില്ല. ആ ഒരവസ്ഥയിലേക്കല്ലേ എന്ന് കൊണ്ടുപോയത്. അങ്ങനല്ലേ? മഖ്സൂമി ഗോത്രത്തിൽപ്പെട്ട ഒരു പെണ്ണ് മോഷ്ടിച്ചപ്പോഴല്ലേ നബിതങ്ങളോട് പറഞ്ഞു സംഗതി ഓള് കട്ടിട്ടുണ്ട്, പക്ഷേ അത്യാവശ്യം തറമാടുള്ള ടീമാ, അതുകൊണ്ട് ഓളെ ശിക്ഷൊന്ന് ഇളവ് വരുത്തണം. അപ്പോഴാ പറഞ്ഞത്, എന്റെ മകൾ ഫാത്തിമ കെട്ടാലും ഞാൻ അവളെ കൈമുറിക്കും. ഇത് പ്രഖ്യാപിച്ച മതമാണ് ദീനുൽ ഇസ്ലാം. ഈ വിഷയത്തിലുള്ള മുഴുവൻ ഇടപെടലുകളിൽ നിന്നും നമ്മൾ മനസ്സിലാക്കുന്ന ഒരു കാര്യം ഇത് തന്നെയാണ്. ഇനിയിപ്പോ ഈ ജിഷാനെല്ലാം വളർത്തിയെന്ന് ഞാൻ പറഞ്ഞല്ലോ, അത് വെറുതെ പറഞ്ഞൊന്നുമല്ല. ജിഷാനെ സംബന്ധിച്ച് പല ആരോപണങ്ങളും പലപ്പോഴും പല ആളുകളും പറഞ്ഞപ്പോ അതൊക്കെ തിരുത്തിയിട്ട് അതൊക്കെ ശരിവെച്ച് അത് അദ്ദേഹം നല്ല മനുഷ്യനാണ് എന്ന് പരിചയപ്പെടുത്തിയ ആളായിരുന്നു യഥാർത്ഥത്തിൽ പേരോട് അബ്ദുറഹ്മാൻ സഖാഫിയൊക്കെ. എന്നിട്ട് എല്ലാ പ്രോത്സാഹനവും നൽകി ഇങ്ങോട്ട് പറഞ്ഞപ്പോൾ അത് അംഗീകരിക്കാൻ പറ്റാത്ത ഒരവസ്ഥയിലേക്ക് സമൂഹത്തെ മാറ്റി. അങ്ങനെയാണ് ചുരുക്കത്തിൽ ഈ വിവാദത്തിന്റെ മുഴുവൻ വിഷയങ്ങളിലും ഇടപെടുകയും ഇടപെട്ട എല്ലാ വിഷയങ്ങളും കുളമാക്കുകയും ചെയ്തു എന്നതാണ് യഥാർത്ഥത്തിൽ ചെയ്തു പോന്നിട്ടുള്ളത്. ഇപ്പൊ നിങ്ങൾക്ക് മലപ്പുറത്ത് സമ്മേളനം നടന്നു, ഏതെങ്കിലും ഒരു വിഷയത്തിൽ ഇവിടെ ആധികാരികമായി മറുപടി പറഞ്ഞു? ഒരു വിഷയം പറയുന്നില്ലല്ലോ. കണ്ണൂർ പ്രസംഗം ഞാൻ ശ്രദ്ധിച്ചു. അപ്പൊ അതിൽ പറയുന്നത് അക്ബർ മൗലവി അറബി പയ്യ എന്ന് പറഞ്ഞിട്ടുണ്ട്, മറ്റേ ആളിത് പറഞ്ഞിട്ടുണ്ട്. അതിലിവിടെ ആർക്ക് തർക്കണ്ടോ? ഈ വിഷയവുമായി ബന്ധപ്പെട്ട് എന്താണ് ഇതിൽ പറയാനുള്ളത് എന്ന് പറയാൻ കഴിഞ്ഞില്ല. അതേപോലെ അഭിപ്രായ വ്യത്യാസങ്ങൾ വന്നപ്പോൾ അതിൽ ഒതുങ്ങി നിൽക്കാൻ കഴിഞ്ഞില്ല. ആര് വന്നാലും വന്നാൽ സ്വീകരിക്കണമെന്നൊരു ഭാഗത്ത്, അതേ സമയത്ത് പാടില്ല എന്ന് അവര് തന്നെ ഒരു ഭാഗത്ത്. ഇങ്ങനെ അങ്ങ് തുടങ്ങിയിട്ട് മുഴുവൻ കാര്യങ്ങളിലും അവിശ്വാസതയും കള്ളത്തരവും നിറഞ്ഞു നിന്ന് അവസാനം തിരികേശപ്പള്ളി എന്നൊരാശയം പോലും ഇല്ല എന്നിടത്തേക്ക് എത്തിയപ്പോ തീർച്ചയായും അവിടെ ബുദ്ധിയുള്ളവൻ ചിന്തിക്കുന്നത് എന്താണ്? എങ്കിൽ പിന്നെ ഇതാർക്കാ വിശ്വാസമുള്ളത്? സൂക്ഷിക്കുന്ന ആൾക്കെന്നെ വിശ്വാസമല്ലേ? അല്ലെങ്കിൽ ഇതിനു വേണ്ടി പ്രസംഗിക്കുന്ന ആൾക്കെന്നെ വിശ്വാസമല്ലേ? ഇല്ല. അവിടെയാണ് നമ്മൾ ആവശ്യപ്പെടുന്നത് ഈ സമൂഹത്തോട്, ഈമാനുള്ള മുഴുവൻ ആളുകളും. അപ്പുറത്തുള്ള ആളുകളോടും പറയാണ്, നമ്മളെ പ്രസംഗം കേൾക്കുമ്പോൾ നേരത്തെ നിങ്ങൾ വളരെ ശക്തമായി പറഞ്ഞിരുന്ന ആളായിരുന്നല്ലോ എന്ന് ചോദിക്കും. ശരിയാണ്, വളരെ ശക്തമായി നമ്മൾ പറഞ്ഞിരുന്നു. അപ്പറഞ്ഞിരുന്നത് ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള മഹബത്തിന്റെ പേരിൽ തന്നെയായിരുന്നു, അതിൽ യാതൊരു തർക്കവുമില്ല. അതേ സമയത്ത് ഈ കളി എത്ര കളിക്കും? എങ്കിൽ പിന്നെ എവിടെയാണ് ഇവിടെ ആത്മാർത്ഥതയുള്ളത്? എല്ലാവർക്കും എല്ലാം ആവാമെങ്കിൽ തിരികേശം എന്ന് പറയും. അപ്പറയുന്ന ആളെന്നെ അതല്ല, അത് തെറ്റാറിന ആളെ കയ്യിൽ പിടിച്ച് നടക്കുക, അവർക്ക് വേണ്ടി എന്തിനും സപ്പോർട്ട് ചെയ്യുക, ഒരു വിഭാഗം എന്ത് ചെയ്താലും അവരെ എതിർക്കുക. ഈ ഒരു സ്വഭാവത്തിൽ കൂടെ പോയപ്പോൾ നമുക്ക് പറയാനുള്ളത്, ഈമാനുള്ള മുഴുവൻ ജനങ്ങളും ആ വിഷയത്തിൽ ഒരു പുനരന്വേഷണം നടത്തിയേ പറ്റൂ. കാരണം എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ, ഇവിടെ വിശ്വസ്തത, അമാനത്ത് എന്ന് പറയുന്ന വിശ്വസ്തത പാടെ നഷ്ടപ്പെടുകയും ആളുകൾക്ക് ഉത്തരമില്ലാത്ത ഒരവസ്ഥയിൽ എത്തിപ്പെടുകയും ചെയ്യുമ്പോ ജനങ്ങൾ പണ്ടേ എന്തു പറഞ്ഞാലും സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയും പാണക്കാട് കുടുംബവും അതേപോലെയുള്ള നമ്മുടെ സംഘടനകളും ഒരുമിച്ച് പറയുന്ന കാര്യങ്ങൾ അത് തന്നെയാണ് സത്യമെന്ന് മനസ്സിലാക്കുകയും അത് ബോധ്യപ്പെട്ടത് സമൂഹത്തോട് തുറന്നു പറയുകയും ചെയ്യുന്നു. ഇതേ ഇവിടെ സംഭവിച്ചിട്ടുള്ളൂ. അല്ലാതെ അത് ആരോടുള്ള ദേഷ്യം കൊണ്ടല്ല, അല്ലെങ്കിൽ ആരെങ്കിലും സംഘടനാപരമായ വെറുപ്പുണ്ടായതുകൊണ്ടല്ല, മറിച്ച് ഈ അമാനത്ത് നഷ്ടപ്പെടുമ്പോ പിന്നെ അതിൽ എന്തും സംഭവിക്കാമെന്ന അവസ്ഥയിലേക്ക് നമ്മുടെ സമൂഹത്തെ കൊണ്ടെത്തിക്കുകയാണ്. ചുരുക്കത്തിൽ സഹോദരങ്ങളെ, കൂടുതൽ വിശദമായി ഇൻഷാ അല്ലാഹ് പിന്നീടുള്ള വേദികളിൽ നമ്മൾ പറയും. ഞാൻ പറഞ്ഞതിന്റെ ആകത്തുക ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വെച്ച് ഈ സാമ്പത്തിക ചൂഷണം നടത്തിയപ്പോ
അതിനെ ചോദ്യം ചെയ്യേണ്ടത് അനിവാര്യമായിരുന്നു എന്ന് തന്നെയാണ് നമുക്ക് കൃത്യമായി ഇപ്പോൾ അത് അനുഭവിച്ചു പഠിച്ചത്. അത് തന്നെയാണ്, അതിലാർക്കും തർക്കമൊന്നുമില്ല. നിങ്ങൾ ആലോചിച്ച് നോക്കുക, പള്ളി വരും നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? പള്ളിയിൽ പോന്നേക്കാം. അത് മാത്രമല്ല, എത്ര പിരിവുകൾ, അത് ഇൻഷാ അല്ലാഹ് പിന്നെ ഓരോ പിരിവുകളെ കുറിച്ച് ഞാൻ പറയാം, ഇപ്പൊ എല്ലാം കൂടി പറയുന്നില്ല. അങ്ങനെ എന്തെല്ലാം. അപ്പൊ ഈ സാമ്പത്തിക ചൂഷണമെന്നത് നിത്യ തൊഴിലാക്കി മാറ്റി അത് ചോദിച്ചാ പിന്നെ ഓനാരായി? സംഘടനാ വിരുദ്ധനായി, വിമതനായി, പിന്നെ അത് കേസ് പറഞ്ഞവൻ തന്നെ പുറത്തായി. ഈ ഒരു സാഹചര്യത്തിലേക്ക് സമൂഹത്തെ കൊണ്ടുപോകുമ്പോ തീർച്ചയായും അതിന് ഉത്തരം പറയേണ്ട ഒരു ഗതികേടിലേക്ക് അപ്പുറത്തെ മുഴുവൻ ആളുകളും എത്തിപ്പെടുകയും, ചില ആളുകളൊക്കെ നിഷ്കളങ്കരായ ആളുകളുണ്ട്, ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല, അത് പണ്ഡിതന്മാരുടെ കൂട്ടത്തിൽ ഉണ്ടാവാം. അവരെ സംബന്ധിച്ചിടത്തോളം ഇവരുടെ